സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൽ കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തി അചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. പൊന്നു ഗുരുവായൂരപ്പ ശരണം. ഉണ്ണികൃഷ്ണ ശരണം. ഊട്ടിത്തടുത്തപ്പ ശരണം. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലന്വയരത്നദീപം ആജാനബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാകരവിനാശകരം നമാമി. ജയ ജാനകീകാന്തസ്മരണേ ജയ ജയ രാമ രാമ. വില്വദ്രിനാഥ ശരണം. രാഘവരത്തപ്പ ശരണം. ശ്രീഹരേ നമ. നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സുഹൃതികളായ എല്ലാ ഭക്തവൃന്ദങ്ങൾക്കും നമസ്കാരം. പൊന്നുഗുരുവായൂരപ്പൻ്റെ അഗൈതവകാരുണ്യം കൊണ്ട് പെരുന്തട്ടപ്പൻ്റെ അതികരുണ കൊണ്ട് ശ്രീമദ് ഭാഗവത മഹാസത്രം നമുക്കെത്രയോ പേർക്ക് അനുഭവവേദ്യമാക്കാൻ സാധിക്കണം. ഭഗവത് കഥകളെ എത്രയെത്ര കേൾക്കുന്നുവോ അനുനിമിഷം കലികൽമഷ മാലിന്യങ്ങൾ പൂണ്ട് വീണ്ടും വീണ്ടും പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം. നാം അറിയാതെ നമ്മുടെ ജീവൻ വീണ്ടും 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 ശരീരത്തെ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ഓരോ നിമിഷവും നമ്മൾ എത്തിപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഷഷ്ഠസ്കന്ധത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ പഞ്ചമസ്കന്ധത്തിലും ഭാഗവതത്തെ ഉറപ്പിച്ചു. അതിനുശേഷം ഷഷ്ഠസ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ അധ്യായത്തിലും ഈ ഒരു സൂചന നമുക്ക് തരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എപ്പോഴും സാത്വികമായ ഗുണത്തെ സ്വീകരിക്കൂ. ഭൗതികമായിട്ടുള്ള ഈ വ്യവഹാര ജീവിതത്തിൽ നിന്നും മനസ്സിനെ ഒന്ന് വിടുതൽ വരുത്തിക്കൂ. എപ്പോഴോ വേണ്ടിവരുന്നതായ ഒരു യാത്രയ്ക്ക് വേണ്ടി ഇപ്പോഴേ തയ്യാറാവാൻ വേണ്ടി ഭാഗവതം നമ്മെ പ്രേരിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ട്? യശൃണ്വതോപൈതിരതിർവിതൃഷ്ണ. ഏതൊന്ന് കേൾക്കുമ്പോഴാണോ നമ്മുടെ സകല ഭൗതിക ചിന്തകളും വിട്ടുപോകുന്നത്, ഉള്ളിൽ നിന്നും അനുനിമിഷം ഉതിർന്നുകൊണ്ടിരിക്കുന്ന സഹസ്രശഃ കോടിശഃ മനസ്സോ വിഭൂതി, ഇതിന് ഓരോന്നിനെയും സംശോധിക്കാൻ നമുക്ക് സാധിക്കണം, ഓരോന്നിനെയും പരിശോധിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ഭാഗവതം വീണ്ടും വീണ്ടും പുനഃപുനശ്ചറുവണ ചറുവണാം, വീണ്ടും വീണ്ടും കരിമ്പ് മധുരിക്കുന്നത് പോലെ
ഭാഗവതത്തിൻ്റെ അമൃതരസത്തെ നമുക്ക് നുകരാനുള്ള ഒരു അനുഭവ സമ്പത്താണ് ഭാഗവതം തന്നു വയ്ക്കുക. ഷഷ്ടസ്കന്ധം പറയുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യന്മാരുടെ, നമ്മൾ ഓരോരുത്തരുടെയും ചിന്തയാണ് അവിടെ കാണാൻ സാധിക്കുക. പഞ്ചമസ്കന്ധത്തിൽ സ്ഥാനം എന്ന ലക്ഷണത്തോടു കൂടി ഭാഗവതം പറഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞു, ഇന്നിന്നതിന് ഇന്നിന്ന സ്ഥാനമാണ് പരീക്ഷത്തെ ഇവിടെ കാണാൻ സാധിക്കുക. ഇത് സത്യത്തിൽ ആർക്കാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്? സൂതശൗനക സംവാദത്തിൽ ഭാഗവതം പറയുമ്പോൾ അവിടെ നമ്മളോട് പറയണു, നമ്മളായിരിക്കുന്ന സൂതന്മാർ, നമ്മൾ ഓരോരുത്തരും സൂതന്മാരായി മാറണമെങ്കിൽ ആദ്യം ശൗനകന്മാരായിട്ട് മാറണം. നമ്മുടെ ബുദ്ധി പലയിടത്തും വ്യവഹരിക്കണു എന്നുള്ള കൃത്യമായൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഭാഗവതം വളരെ എളുപ്പം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നതാണ്. അങ്ങനെ പഞ്ചമസ്കന്ധത്തിൽ അവിടെ ഉറപ്പിച്ചു വെച്ചു. എന്തിനു വേണ്ടിയിട്ടൊന്നാണോ? ഈ സകല ലോകത്തിൻ്റെ സ്ഥലങ്ങളും നിങ്ങൾ പഠിച്ചെങ്കിലും നരകലോകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളൂ. ഭൂദീപസമുദ്രിനഭസമുദ്ര പാതാളധിങ് നരകഭാഗണലോകസംസ്ഥാഹ. എന്തിനായിരുന്നു പ്രാധാന്യം? ഈ നരകലോകത്തെ ഒന്ന് നിത്യം ജീവിക്കുന്ന മനുഷ്യനൊന്ന് ചിന്തിക്കട്ടെ. അനുനിമിഷം അറിഞ്ഞും അറിയാതെയും ഈ ബുദ്ധി വേണ്ടതുപോലെ ഭൗതികതയിലേക്ക് ചിന്തിച്ച് അനുനിമിഷം കൊണ്ട് നമ്മൾ പല 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 പാപങ്ങളെ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടി പറയണു? ഈ നരകത്തെ ഇവിടെ ജീവിക്കുമ്പോൾ. അങ്ങനെ ഷഷ്ടസ്കന്ധത്തിൽ പരീക്ഷിത് രാജാവിൻ്റെ ഏതൊരു ഭയമാണോ നമ്മെ പോലെയുള്ളത്, മ്രിയമാണസ്യ സർവധ, മരണത്തെ കാത്തിരിക്കണു എന്നൊരു ഭയമാണ് പരീക്ഷത്തിനെങ്കിൽ നമ്മളത് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നില്ല. നമ്മളുടെ ഓരോ നിമിഷത്തിൻ്റെ തിരക്ക് കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, നമ്മളൊക്കെ മരണത്തെ, എന്നോ വരാനുള്ള മരണത്തെ ഭയന്നുകൊണ്ട് ഓടാൻ വേണ്ടി തുടങ്ങണു. വേഗം 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 പൂർത്തീകരിക്കാൻ. അതിൽ നിന്ന് എന്താണോ ഈ നാനോഗ്രയാതനാൻ പുംസാം തന്മേ വ്യാഖ്യാതും അർഹസി. ഷഷ്ടസ്കന്ധത്തിൽ തന്നെ പോഷണം എന്ന് ലക്ഷണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ശ്രീമദ് ഭാഗവതത്തിൽ 5 സ്കന്ധം 5 ലക്ഷണങ്ങൾ കൂടിയ പുരാണാവും എന്നിരിക്കെ 6ഓ 7ഓ മതി. ഇവിടെ ഭാഗവതം 10 ലക്ഷണങ്ങളെ കാട്ടിത്തരണു. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥാനം കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അവിടെ കൊണ്ട് ചിന്തിക്കണു, ഭൗതിക വ്യവഹാരം ആരംഭിക്കണമെങ്കിൽ ഇന്നു മുതൽ ഭാഗവതം കയ്യിലെടുത്തവർക്ക് അവിടെ നിന്നൊന്നും കൂടി ചിന്തിക്കാൻ സാധിക്കണം. പോഷണം, അതിലംഘ്യത മര്യാദ, ഭർത്തൃലക്ഷണ രക്ഷണം, പോഷണം, അതിലംഘിത മര്യാദ. എത്ര പുരുഷോത്തമനായാലും ലംഘിത മര്യാദ പുരുഷോത്തമനായാൽ, അങ്ങനെയാണ് ഭാഗവതം നമുക്ക് കാട്ടിത്തന്നെ. ലംഘിത മര്യാദ എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ ഒന്നാമത്തെ ദിവസം പഠിപ്പിച്ചു. എന്താ അത്? മര്യാദ അറിയാത്തവരല്ല നമ്മൾ, തെറ്ററിയാത്തവരല്ല നമ്മൾ, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇത്രേ. അതിലംഘിത മര്യാദ തക്ഷഹസപ്തമേഹനി, അങ്ങനെയല്ലേ പറഞ്ഞേ? അതിലംഘിതം എന്ന് പറഞ്ഞാൽ എന്താ? അറിഞ്ഞുകൊണ്ട് തെറ്റിനെ ചെയ്യുന്നവർക്ക് ഇവിടെ വേറൊരു സ്ഥലം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കൊക്കെ ഇവിടെ പോകണം. അറിഞ്ഞിട്ടും അറിയാതെയും എന്നുള്ളതൊക്കെ പറയാൻ ഭംഗിക്കുന്നല്ലാതെ അറിയാതെയൊന്നും നമുക്ക് തെറ്റ് വരാറില്ല അത്രേ. നമ്മൾ അറിഞ്ഞിട്ടേ പറ്റുള്ളൂ. അത് വേണ്ടാന്നിരിച്ചാൽ നമുക്ക് എന്തു വേണം? പ്രകർഷേണ മാത്രമേ നമുക്കതിനെ വേണ്ടാന്ന് വയ്ക്കാൻ സാധിക്കുള്ളൂ. എങ്ങനെയാണ് ഒരു തെറ്റിൽ നിന്ന് മാറുക? പ്രകർഷമായി തോന്നണം, എനിക്കത് പോകാൻ പാടില്ല, എനിക്കത് വേണ്ട എന്ന് സാധിക്കണം നമുക്ക്. ചിത്തം നിശ്ചയമുച്യത്തെ. ഈ മനസ്സിൻ്റെ ഉറപ്പിനെ വരുത്താനാണ് ഭൗതിക ജീവിതത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഭാഗവതം ഈ ഷഷ്ടസ്കന്ധം അടിസ്ഥാനമായി നമ്മെ പഠിപ്പിക്കണു. അജാമിളനിലൂടെ പാടി പിന്നീട് ആ അജാമിളനെ പോലെ നമ്മൾ ഓരോരുത്തരും മാറി മാറി വീണ്ടും വീണ്ടും എന്തിനു വേണ്ടിയിട്ടാണോ? ഹരിം അർച്ചനഃ. ഏതൊന്നിനാണോ? കൃഷ്ണായ നമതിയച്ചിര ഏകദാ അപി. നമ്മുടെ ഇടയിലും ഉണ്ട് ഇത്ര ഓരോരുത്തർ ഒളിഞ്ഞിരിക്കണോ. കൃഷ്ണ, ഗുരുവായൂരപ്പ, മാധവ, മുരാരേ, പത്മനാഭ, ശ്രീഹരേ, വാസുദേവ. ഇതൊന്നും ഇതുവരെ ജപിക്കാൻ സാധിക്കാത്ത എത്രയോ പേര് ഇതിൻ്റെ ഇടയിലുണ്ട് ഇത്രേ. അതുകൊണ്ട് ഭാഗവതം ഇടയിലിടയിൽ പോയിട്ട് വീണ്ടും വീണ്ടും ഒച്ചൈസ്തരം ഘോഷിക്കണു. എന്ത്? കൃഷ്ണായ യച്ചിര ഏകദാപി. ഒരാളെങ്കിലും ഗുരുവായൂരപ്പനെ നമസ്കരിക്കാതെ ശിരസ് ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ, ഭാഗവതത്തെ ശ്രദ്ധിച്ചോളൂ. അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തെ പഠിപ്പിക്കാൻ
അവിടെ അജാമിള കഥയിലൂടെ സഞ്ചരിച്ച് പിന്നീട് അവിടെ ചിത്രകേതു ഉപാഖ്യാനം വരെ നമ്മൾ കേട്ടു. നമ്മൾ ഈ കാണുന്നതൊന്നുമേ അല്ല നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ കർമ്മവാസനകളും എന്ന് അതിഗൗരവമായി ഭയപ്പെടുത്തും രീതിയിലാണ് ഷഷ്ഠസ്കന്ധത്തിലെ കഥകൾ നമുക്ക് കാണാം. നിന്ന് നിൽപ്പിൽ മാറിമറിയുന്ന അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ഇല്ലേ. തൊട്ടുമുന്നേ നമ്മൾ കേട്ടു, ആ ശാപം കിട്ടുമ്പോഴും ശാപഗ്രസ്തനായിട്ട് പോലും ആ ചിത്രകേതുവിന് എങ്ങനെ സാധിക്കണു? അഞ്ജലിനാംബികേ, നമസ്കരിക്കണു ഞാൻ അമ്മേ എന്ന് വിളിക്കാൻ എങ്ങനെ സാധിക്കണു? അതാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം കാട്ടിത്തന്നെ. ഭഗവത് വിചാരം മനസ്സിൽ വരുമ്പോഴേതൊന്നാണോ ഔഷധമായി മാറി നമ്മുടെ സകല തരത്തിലുള്ള വിചാരങ്ങളെയും ഹനിച്ച് ഇതരരാഗവേ സ്മാരണം നൃണാം, ആ ഗുരുവായൂരപ്പനെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ സകലതും കാമക്രോധ സകലതും നശിക്കുമെങ്കിൽ അതുതന്നെയാണ് നമുക്ക് തീരേണ്ടത്. ആ ചിത്രകേതു ഉപാഖ്യാനത്തിന് ഒടുവിൽ പറഞ്ഞു എങ്ങനെയാണ് ഈ ചിത്രകേതുവിന് ഇത്രയും കേമനായിട്ട് മാറാൻ സാധിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മൾ കേട്ടുകഴിഞ്ഞാൽ പിന്നീട് അവിടെ പറയണു. വീണ്ടും ദിതികശ്യപ സംവാദത്തിലൂടെ അവിടെ ഷഷ്ഠസ്കന്ധത്തിൽ സൃഷ്ടിയെയാണ് പറയുക. 4-ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ കേട്ടു ദേവാസുര മനുഷ്യേഷു, ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും തുടങ്ങുന്നതായിട്ടുള്ളതും നാഗാനാം മൃഗപക്ഷിണാം. അതാണ് ഈ ഷഷ്ഠസ്കന്ധത്തിൽ വിശേഷമായിട്ടുള്ള അനവധി സൃഷ്ടികൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. അതിൽ ദക്ഷപ്രജാപതിയുടെ സൃഷ്ടി നമ്മൾ കേട്ടു, ഹംസകുഖ്യം എന്നുള്ള മന്ത്രം ഇതൊക്കെ കേട്ടില്ലേ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സൃഷ്ടി ആരംഭിക്കുകയാണ്. ഇവിടെയും ദിതികശ്യപ സംവാദത്തിലൂടെയാണ് തുടങ്ങുക. അതിഗംഭീരമായിട്ടുള്ള ഒരു വാഗാണ് ഈ മരുതോൽപ്പത്തി കഥനം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ഒരു അനുഭവമുള്ള കഥയാണ്. പ്രത്യേകത ഒരു അനുഭവമാണ്. നമ്മുടെ മറ്റുള്ള എല്ലാ കഥകളെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഷഷ്ഠസ്കന്ധത്തിൽ മരുതോൽപ്പത്തിക്കാണ് ഏറ്റവും പ്രാധാന്യം എന്നാണ്. കാര്യം എന്താ? ദേവന്മാർക്ക് വേണ്ടി ഭഗവാൻ ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നു. ആ ദേവന്മാരുടെ ആത്യന്തികമായ പരമമായ ആ ഒരു ഗുണം എന്നുള്ളത് പരമസാത്വികമാണ്. ദേവന്മാർ നിഷ്കാമമായിട്ടാണ് എപ്പോഴും വർത്തിക്കുക. അതുകൊണ്ട് തന്നെ ഭഗവാനെ അവരുടെ അടുത്ത് നിൽക്കല്ലാതെ വേറൊരു നിവൃത്തിയില്ല. ഇനി ഇതങ്ങനെയാണ് കഥയിലേക്ക് കടക്കുക. തൊട്ടു മുന്നേ നമ്മൾ കേട്ടു അജാമിളനെ എത്രയും ദുർവൃത്തനായോരജാമിളൻ പുത്രനെയോർത്തു, മറ്റൊരു നാമം ജപിച്ചതേ ഉള്ളൂ. അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മനസ്സിനെ നല്ലതുപോലെ ചേർത്ത് ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ ഒന്നുമേ അല്ല ഭഗവത് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. എങ്ങനെയാണ് വരിക? നമ്മുടെ മനസ്സിൻ്റെ ഭാവം മാത്രമാണ്. മനസ്സെപ്പോഴും ഭഗവാനിലേക്ക് ഗുരുവായൂരപ്പനെ നിരന്തരം ചിന്തിച്ചുകൊണ്ട് തോന്നുന്നതാഖിലഖിലം ഞാനിതെന്ന വഴി, ഇതിനൊരൊറ്റ ഒരു ചിന്തയുള്ളൂ. കുറച്ച് പാട്ട് കേൾക്കാൻ ഗുരുവായൂരപ്പനെ ഭജിക്കാനോ കുറച്ച് സന്തോഷിക്കാനോ വർത്താനം ഒന്നുമില്ല. ഒറ്റ ഒരു വഴിയുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരും ഇതിനു വേണ്ടിയിട്ടാണ്. അഖിലം ഞാനിതെന്ന വഴി ബ്രഹ്മൈവ സാക്ഷാത് ഗുരുഭവനപുരേ. മറ്റല്ലാതെ നമുക്ക് സാധിക്കില്ല. ഇങ്ങനെ ആ ഗുരുവായൂരപ്പനെ ഓരോ നിമിഷത്തിലും അവിടെ കണ്ടാലും ഇവിടെ കണ്ടാലും എവിടെ കേട്ട് കഴിഞ്ഞാലും കർണായുധമേഷമേ വരാ, ഇത് തോന്നാൻ സാധിക്കണം. ഇത് കേൾക്കുമ്പോൾ ഇത് കേൾക്കാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ എങ്ങനെയാണോ നമ്മുടെ കർമ്മങ്ങൾ നശിച്ച് പലതരത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ പെരുകി നമ്മുടെ ജീവിതം തന്നെ നശിച്ചു കൊണ്ടിരിക്കണു. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളും വർദ്ധിക്കണു. ഇങ്ങനെയുള്ളൊരു കഥയാണ് ഏതായിട്ട് മനസ്സിലാക്കുക. ഈ കശ്യപ പ്രജാപതിയുടെ വംശപരമ്പര വീണ്ടും ആരംഭിക്കുമ്പോഴവിടെ ദേവന്മാരെ കേട്ടു. അദിതി ദേവിയുടെ മക്കളാണ് ദ്വാദശാദിത്യന്മാർ എന്നുള്ള പ്രധാനപ്പെട്ട ഒരാൾ. അദ്ദേഹത്തിൽ 4-ാമത്തെ തൊഷ്ടാവിൻ്റെ കഥയാണ് ഈ ചിത്രകേതു കഥയായിട്ട് നമ്മൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ പരമ്പരയിലാണ് കേൾക്കുക. അങ്ങനെ ദ്വാദശാദിത്യന്മാരുടെ കഥ പറഞ്ഞ് പിന്നീട് ദിതിദേവിയിലുണ്ടായ ഈ കശ്യപ പ്രജാപതിയുടെ മക്കളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുക. അതിലെന്തുണ്ടായിട്ടുണ്ട്? ഹിരണ്യാക്ഷോ അനുജസ്തഥ, ഹിരണ്യാക്ഷനും പിന്നെയോ അദ്ദേഹത്തിൻ്റെ ഏട്ടനായ ഹിരണ്യകശിപു എന്നുള്ള 2 പേര് ആദ്യമായിട്ടുണ്ടായിട്ടുണ്ട്. അവരെ ദേവന്മാരുടെ പ്രാർത്ഥന കൊണ്ട് ഇത്ര ഗുരുവായൂരപ്പൻ അവരെ അനുഗ്രഹിക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ അസുരന്മാർ കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് നമുജി
തുടങ്ങിയതായിട്ടുള്ള അസുരന്മാരുടെ അനവധി അവതാരങ്ങൾ അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അവരെ അവതരിപ്പിച്ചു ഈ കശ്യപ പ്രജാപതി ദിതിദേവിയിലൂടെ. അങ്ങനെ പ്രഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ എന്നുള്ള ആ ഒരു വംശപരമ്പരയെയും കുറിച്ച് അവിടെ പറയും. അനവധി വംശപരമ്പരകളെ അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഈ ദിതിദേവിയിൽ കശ്യപ പ്രജാപതി ഒരു ഭാഗത്ത് അസുരന്മാരെ സൃഷ്ടിക്കുമ്പോൾ മറുഭാഗത്ത് ദേവേന്ദ്രൻ തുടങ്ങിയതായിട്ടുള്ള കേമന്മാർ നമുക്കറിയാം. ഇദ്ദേഹത്തിൻ്റെ തന്നെ മക്കളായിട്ടുള്ള ദേവന്മാരും അസുരന്മാരും നമ്മുടെ ഉള്ളിലുള്ള സാത്വിക താമസ ഗുണങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഭാഗവതം കാട്ടിത്തരിക. നമ്മുടെ ഉള്ളിൽ ഓരോ നിമിഷവും ഈ ദേവന്മാരും അസുരന്മാരും അത് പിരിഞ്ഞു പോകാനും പറ്റില്ല. ഒരച്ഛൻ്റെ മക്കളാണ്, അതുപോലെയാണ്. അപ്പോൾ അതില്ല നമുക്ക് ആസുരികത എന്ന് പറയണ്ട, അതപ്പുറം തന്നെ ഉണ്ട്. അത് എടുക്കുന്നില്ല, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അതാണ് ദേവന്മാരാണ് ഇപ്പോൾ ദേവലോകത്ത് ഭരണം എന്ന് പറഞ്ഞാൽ എന്താ, ആസുരീകത ഒരു ഭാഗത്തായിട്ടുണ്ട്. ഈ ദിതിദേവിയുടെ വല്ലാത്തൊരു കഷ്ടമാണ്. കാര്യം ഇടയ്ക്കിടയ്ക്ക് ദിതിദേവിക്ക് മാത്രമല്ല, ഈ മൂത്ത പെങ്ങളുമാർക്ക് ഇവർക്ക് രണ്ടാക്കുവാണ്. അതിഥിദേവിയുടെ മക്കളാണ് ദേവന്മാരെങ്കിൽ ദിതിദേവിയുടെ അസുരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്മയുടെ ഒരു പ്രാർത്ഥന. എന്തെന്നില്ലാത്ത ഒരു പതിവില്ലാത്ത ഒരു വിഷമം പോലെ അവർക്ക് തോന്നിയെന്നാണ്. ഒരു ദിവസം ഈ ദിതിദേവിയോട് ചോദിച്ചു, എന്തേ ഒരു മുഖത്തൊരു സന്തോഷമില്ലായ്മ? ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഇനി വേണ്ടതുപോലെ സൽക്കരിക്കാതെയോ മറ്റോ വിട്ടോ, അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്കൊന്നുമില്ല. ആ ഒരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ നേരിട്ട് പറയാനും പറ്റില്ല. ഇന്ദ്രനെയും കൂട്ടുകാരെയും ഇല്ലാണ്ടാക്കണം, പ്രത്യേകിച്ച് ഇന്ദ്രനെ കൊല്ലാനുള്ളൊരു മകൻ എനിക്ക് ഉണ്ടാവണം എന്നാണ് ദിതിദേവിയുടെ ഒരു പ്രാർത്ഥന. മതി, ഇനി അങ്ങനെ ഒരു കോംപ്രമൈസും എഗ്രിമെൻ്റ് ആക്കിയിട്ട് 6 മാസം ഭരിക്കുക, അതിപ്പം തരുന്നില്ലേ. രണ്ടാമത് പോയി ചോദിച്ചാൽ പിന്നെ ഇന്ദ്രൻ തരില്ല. അതുകൊണ്ട് ആ പരിപാടി വേണ്ട, ഇന്ദ്രനങ്ങ് കൊട്ടേഷൻ കൊടുക്കുക, കൊല്ലാൻ പറഞ്ഞു. അതിനിപ്പോൾ ആരോടാ പറയണ്ടേ? ഭർത്താവിനോട് തന്നെയാണ്. കശ്യപ പ്രജാപതിയോടാണ് ആ അമ്മയ്ക്ക് പറയാൻ തോന്നിയത്, അത്രല്ലേ പറയാൻ പറ്റുള്ളൂ എന്നല്ലേ. ഇന്നിപ്പോൾ തന്നെയാണ് ഇച്ച് കഴിഞ്ഞ ഇതൊന്നായിരിക്കില്ല കഥാണ്. ആ മനസ്സ് അവിടത്തേക്ക് തന്നെ പോയി. ആ പാതിവൃത്തിയായിരിക്കാം അവരുടെ ഒരു ഇത്. ഭർത്താവിനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ വേണ്ട അനുഗ്രഹം തനിക്ക് കിട്ടും എന്നുള്ള ഒരു ഗുണമായിരിക്കും അവർക്ക്. എങ്കിൽ ഭാഗവതം പറയണു അതന്നെയാണെന്നാ. അല്ലാതെ വെറുതെ അവർ ഭർത്താവിനോട് ആദ്യം പോയി പറഞ്ഞതല്ല. ആ സ്ത്രീക്ക് നല്ലൊരു ബോധ്യം ഉണ്ടായിരുന്നു. അവൾ നല്ലൊരു ഭാര്യ ആയതുകൊണ്ട് തന്നെ അറിയാം, എൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ആര് മതി? പറയൂ, ഭർത്താവ് മതി. അവരെയാണ് ഞാൻ ശുശ്രൂഷിച്ചത്. എങ്ങനെയാണ് ശുശ്രൂഷിച്ചല്ലേ? പ്രേമുണ്ടായിട്ടില്ലേ? വിശ്രംഭേണാത്മശൗചേന ശമേന. അതെടുത്തു കൊണ്ടുവരുമെന്ന് 2 വട്ടം പറയുമ്പോഴും ദേഷ്യപ്പെട്ടിട്ടില്ല എന്നാ. 10 വട്ടം പറഞ്ഞാലും ചൂടാവില്ല. ഇന്നത്തെ കാലത്താണെങ്കിലോ, നിങ്ങൾ വേണം പോയി എടുത്തോളൂ മനുഷ്യയാണ്. എടുത്തുകൊണ്ടുവരാൻ പറ്റില്ല, കൊണ്ടുവരും. അവിടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടേ പറ്റില്ല. ആത്മശൗചേന, ഇവിടുന്ന് ഒന്ന് പറഞ്ഞിട്ട് അവിടെ പോയി വേറെ പറയില്ല അത്രേ. ഗൗരവേണ, ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഗൗരവമുണ്ട്. ദമേന ച, പറ്റില്ലെങ്കിലും പറ്റില്ല എന്ന് പറയില്ല അത്രേ. എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ബോധം ഉണ്ടെങ്കിലും ഇതില്ലെങ്കിൽ പിന്നെ പോയില്ലേ എന്ന് ഭാഗവതം ചോദിക്കണു. പോയി എന്നാ. ഇത് തന്നെയാണ് ഇവിടെ ഈ ദിതിദേവിയുടെ ഒരു ഗുണമായിട്ട് കണ്ടത് എന്നാണ്. തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള ഒരു സൂത്രമൊക്കെ ആ എമ്മക്ക് ഉണ്ടായിട്ടുണ്ട് വേണ്ടതുപോലെ. ദിതിദേവിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടായില്ല എന്നാണ്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ കശ്യപ പ്രജാപതിയെ നല്ലതുപോലെ അദ്ദേഹത്തെ പരിചരിച്ചു. അദ്ദേഹത്തിന് ആ പരിചരണം കാണുമ്പോൾ തന്നെ ഇത്ര അപകടമുണ്ട് എന്ന് ഇരിച്ചില്ല. ഇവൾ എഴുന്നേറ്റിട്ട് പോന്നേയില്ല. അടുത്തന്നെ ഇരിക്കണു, കാല് തടവി മതി പറഞ്ഞു. പോരാ, ഒന്നുകൂടി തടവേക്ക്. ഇതെന്താ കാര്യം? സാരി വാങ്ങാനോ മറ്റോ ആണോ? അങ്ങനെ പതിവ് ഉണ്ടാവാറില്ലേ? സിനിമയ്ക്ക് പോകണമെന്നുണ്ടോ? ഏതാഴ്ച നേരെ പറഞ്ഞാൽ പോരേന്നാണ്. അപ്പോൾ അതൊന്നല്ല, ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, എനിക്ക് ഇന്ദ്രനെ കൊല്ലാനുള്ളൊരു മകനാണ് ഉണ്ടാവണ്ടേന്നാണ്. നോക്കൂ, നിങ്ങൾ കൊടുത്ത പണി എങ്ങനെയുണ്ട്? കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നാ അല്ലേ? ആ ഭർത്താവ് അത്രയും സന്തോഷിച്ചിരിക്കുമ്പോൾ ഇവൾ ചോദിച്ചതെന്താ? തൻ്റെ തന്നെ ആ സമയത്ത് ഈ കശ്യപ പ്രജാപതി ചിന്തിക്കണു, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഇതൊക്കെ നമ്മുടെ ഉള്ളിലും ചിന്തിക്കാനാണ് ഈ ഭാഗവതം ഇത് പറയുന്നതെന്നാണ്. ഒരിക്കലെങ്കിലും ഈ അവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാവുന്നതാണ്. ഒരിക്കലായിരിക്കുമോ? അനവധി പ്രാവശ്യം ഉണ്ടാവുമ്പോഴും നമ്മളൊന്നും ഇത് ചിന്തിച്ചു നോക്കുന്നില്ല.
കശ്യപ പ്രജാപതി അന്നേരം ചിന്തിച്ചു, നോക്കൂ, ഇതന്നെയല്ലേ മനുഷ്യരുടെ സകല ദുരിതവും കാരണം. ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നതോട് കൂടിയിട്ട് തനിക്ക് എന്തെന്തൊക്കെ ശ്രേഷ്ഠതകളാണ് ഉണ്ടായത്, അതൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ വരച്ചതുപോലെ ആയില്ലേ. മറ്റിപ്പോൾ പൂജയ്ക്ക് പോകാച്ച കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് പറയാം ഇവിടെ ഇതൊന്നും നടക്കില്ല എന്ന്, വീട്ടിലിതൊന്നും പറ്റില്ല. മറ്റു പുറത്ത് പോയി കഴിഞ്ഞാൽ അതൊക്കെ നടക്കുന്നുണ്ട്, അവിടെ പറ്റില്ല. കാരണം എന്തേ? ഇതാണ് ഈ ബന്ധത്തിൻ്റെ പ്രശ്നമാണ്. ഇതിപ്പോൾ എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ. കശ്യപ പ്രജാപതി എന്ത് ചെയ്യണു? അദ്ദേഹം ആകെ ഒരു മാനസികാവസ്ഥയാണ്. അദ്ദേഹം ഭഗവാനോടാണ്, നോക്കൂ, ഭാഗവതം പറയണു, ഭഗവാനോട് അദ്ദേഹം നല്ലതുപോലെ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നണു, നോക്കൂ, ഇങ്ങനെയൊക്കെ ഈ ക്രൂരത എങ്ങനെ ഇവൾക്ക് സാധിക്കണു? ഇവളൊരമ്മയല്ലേ, സ്വന്തം സഹോദരിയുടെ മക്കളെ, അതായത് എൻ്റെ തന്നെ മക്കളാണ്, ഇവരെ കൊല്ലാനും മാത്രം പാപിയാവാൻ ഒരു മനുഷ്യന് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഭാഗവത ഒരു സൂത്ര പറയുന്നത്, ഇത് ആരുടെയും കുറ്റമല്ലാത്രേ. ഇങ്ങനെ ഈ സ്വാർത്ഥത നമുക്ക് കാണാറില്ലേ ജീവിതത്തിൽ? എത്ര കുടുംബത്തിൽ കാണുന്നതാണ്, എത്ര കുടുംബത്തിൽ കാണും. ഒന്നിച്ച് ജീവിച്ച അച്ഛനും മക്കളൊക്കെ വേർപിരിയണു. ഇതെങ്ങനെ ഈ കല്യാണം കഴിയുമ്പോൾ ഒന്നിക്കല്ലേ വേണ്ടേ? ഒരാൾ കല്യാണം കഴിക്കുമ്പോഴേ തന്നെ കുറേ ആൾക്കാരെ വേണ്ടാണ്ടാവണു. ഭാഗവതി ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് തരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിവിടെ പണ്ട് തന്നെ ഉണ്ട് ഇത്രേ. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് അറിയാതെ പെട്ടുപോകുന്നതാണ്. കൃമിഭിട് പത്മസംജ്ഞാസിൽ യസ്യേശാഭിഹതസ്യ ച ഭൂതദൃക് തത്കൃതേ സ്വാർത്ഥം കിം വേദ നിരയോവോ യഥാ. ഭൂതദൃക് കൃമിഭിട് ഭസ്മസംജ്ഞാന്തഃ. ഈ പണ്ട് സൃഷ്ടി ചെയ്ത സമയത്ത് ഇത് ബ്രഹ്മദേവൻ ഒപ്പിച്ചൊരു സൂത്രമാണ്. ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? സൃഷ്ടി ചെയ്ത എല്ലാതും അങ്ങനെ നടക്കുകയാണ്. ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടി പോലെയാണ്. ഇപ്പം തിരക്കൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കുക, വേറെ പണിയൊന്നുമില്ല. അതുപോലെ നീങ്ങുന്നുമില്ല, ഒന്നും പോകുന്നുമില്ല. ഇതിങ്ങനെ നീങ്ങി നീങ്ങി നീങ്ങി. അപ്പോൾ ബ്രഹ്മദേവന് തോന്നി, ഇവർക്ക് എന്തേപ്പാ ഒരാഗ്രഹമില്ലല്ലോ, ഒരാഗ്രഹം ഉണ്ടാവണ്ടേ? ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് എന്നെ ഇവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നില്ലേ എഴുന്നേക്കണോ, വേണ്ടയോ, പോണോ, കാപ്പി ഇല്ലേ, ഉണ്ട്. ഇതൊക്കെ ആരെയാ തോന്നിക്കുന്നത്? ആഗ്രഹങ്ങളാണ്. എന്നാൽ കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരിപ്പോൾ 7 ദിവസം കഴിഞ്ഞാലും ഇപ്പോൾ എഴുന്നേറ്റ് വിട്ടില്ലെങ്കിൽ പോവില്ല. കാരണം അതിൽ ലയിച്ചിട്ടുണ്ട് എന്നാ. കാപ്പി കുടിക്കാനൊക്കെ പോവും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എല്ലാവരും പോയേക്കാം, നിർത്തിയില്ല, അതുകൊണ്ട് പോവാന്ന്. പല സപ്താഹത്തിലും കാണും അങ്ങനെയെന്നാ. അതെങ്ങനെ സാധിക്കണു? ഈ ശരീരത്തിന് ഒരു ആഗ്രഹം ഉണ്ടാവണ്ടേ, ഒരു കാമം ഉണ്ടാവണ്ടേ? അത് പണ്ടില്ല. അങ്ങനെ ഈ ദിതിദേവിയുടെ ഈ ഒരു ആഗ്രഹം പറയാൻ കാരണം, ഇവിടെ മനുഷ്യൻ്റെ സൃഷ്ടി ഉണ്ടായപ്പോഴും അവിടെ മനുഷ്യൻ പലതും സൃഷ്ടികളിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സൃഷ്ടികൾ പലതും ആലോചിക്കണമെന്നല്ലാതെ ഒന്നും ചെയ്യുന്നില്ല, ഒന്നിലും ഒരു ആഗ്രഹം തോന്നുന്നില്ല അവർക്ക്. ആ സമയത്ത് ബ്രഹ്മദേവൻ്റെ ആ ഒരു നോട്ടം കൊണ്ടാണ് ഈ സൃഷ്ടികൾക്ക് എന്തുണ്ടായത്? പുരുഷനും സ്ത്രീയുമായി മാറിയ ആ ബ്രഹ്മദേവൻ അവരെ രണ്ടുപേരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോഴേക്കും ആ സ്ത്രീയുടെ ഒരു സൗന്ദര്യത്തിൽ ആ പുരുഷൻ എന്തുണ്ടാവാൻ തുടങ്ങി? ഒരു അനുരാഗം വളരാൻ തുടങ്ങി. അവിടുന്നാണ് സൃഷ്ടിയെ ബ്രഹ്മദേവൻ അവിടെ മൈഥുന രീതിയിൽ ആരംഭിച്ചിട്ടുള്ളത്. അവിടെ സൃഷ്ടിയെ വീണ്ടും പറയാണ്. കാര്യം എന്താ? ഈ സമയത്ത് ആഗ്രഹം കൊടുത്ത ബ്രഹ്മദേവൻ ഇപ്പോൾ പൊട്ടിട്ടുണ്ട് എന്നാ. ഇങ്ങനെ സ്വാർത്ഥത വരുന്നു നിരീക്ഷില്ല. ആഗ്രഹം ഉണ്ടാവുന്നേ വിചാരിച്ചുള്ളൂ. പക്ഷേ അവനവന് വേണ്ടിയിട്ട് സ്വാർത്ഥന്മാരായിട്ട് മറ്റുള്ളതിനെ ഒന്നിനെയും വേണ്ട, എല്ലാം നശിച്ചാലും എനിക്ക് ഞാൻ മാത്രം മതി എന്നുള്ള ക്രൗരഭാവത്തെയാണ് ഈ ഒരു കഥ ഇവിടെ സൂചിപ്പിക്കുക. ഇത് ദിതിദേവി ആയതുകൊണ്ട് ഇനി അസുരസ്ത്രീ ആണോ എന്നാണെങ്കിൽ ആ അമ്മയുടെ മനസ്സിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും പ്രാധാന്യം എന്നാ. എൻ്റെ മകൻ്റെ രക്ഷ എന്നല്ലാതെ ഏതെങ്കിലും അമ്മയ്ക്ക് തോന്നുമോ? ഭാഗവതം പറയണു, ഇങ്ങനെയുള്ള അതും ഇതും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ജീവിതം അങ്ങനെയാണ്. ചില സന്ദർഭത്തിൽ നമുക്കൊന്നും തിരിയില്ല, ഒന്നും മനസ്സിലാവില്ല, അറിവുണ്ടായാലൊന്നും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഏത് തീരുമാനത്തെ എടുക്കണം, അവിടെ ധർമ്മം ഏത്, ന്യായം ഏത് പഠിക്കാൻ ഇവിടെ ശ്രദ്ധിച്ചോളൂ എന്നാണ്. അങ്ങനെ ദിതിദേവിയോട് ധാരയിഷ്യേ വ്രതം ബ്രഹ്മൻ, ആ വ്രതത്തെയാണ്, അതിഗംഭീരമായ ആ ഒരു പുംസവന വ്രതത്തെയാണ് അവിടെ പറഞ്ഞു കൊടുക്കുക. പുംസവന വ്രതത്തെ വേണ്ടതുപോലെ അനുഷ്ഠിക്കുക, അതിലൂടെ ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ വ്രതം പൂർത്തീകരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് വേണ്ടതുപോലെ ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനായിട്ടുള്ള ഒരു കുട്ടി
ഉണ്ടാവുന്നതാണ് എന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു അത്രേ. അതിന് ധാരാളം നിയന്ത്രണങ്ങളുണ്ട്. സാധാരണ പറഞ്ഞ ഏകാദശി ഞാനും പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെയല്ല, അങ്ങനെയുള്ള ഒരു വ്രതമല്ല അത്ര ഇത്. അനവധി നിഷ്ഠകളോട് കൂടിയിട്ടുള്ള ഒന്നാണ്. അതെന്തുകൊണ്ടാണ് നിനക്ക് തന്നിട്ടുള്ളത്? അത് നീ എന്നിലേക്ക് എത്ര ഭാവമുണ്ടോ അത് ഈശ്വരനിലേക്കും വരാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരനിലേക്കും അതേ ഒരു ഭാവം നിനക്ക് ഉണ്ടാവണം. ഇപ്പം ഭഗവാനെ അങ്ങയെയാണ് ഭഗവാനായിട്ട് കണ്ടിട്ടുള്ളത്. അത് ആരായിട്ട് മാറണം? വാസുദേവ. അതിന് ഭഗവാനെ നിരന്തരം ചിന്തിക്കാൻ, ഒരു നിമിഷം പോലും ഭഗവാനെ മനസ്സിൽ നിന്ന് മാറ്റാതെ കണ്ട് ഭഗവാനെ തന്നെ നല്ലതുപോലെ ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്രതം പറഞ്ഞു കൊടുത്തു. എന്തൊക്കെ ചെയ്യണം? നഹിം സ്യാത് ഭൂതജാതാനി ന ശപേനാനൃതം ഭജേത് ന ചിന്ത്യാ നഖരോമാണി ന സ്പൃശേൽ യദമംഗളം നാപ്സുസ്നായാത് ന കുപ്യേത ന സംഭാഷേത ദുർജനൈഃ ന വസീതാദൗദവാസ സ്രജം ജ വിതൃതം കുജിൽ. എന്താ പറഞ്ഞേ? ഈ ഒരു വ്രതം ധരിക്കുമ്പോഴെന്തുണ്ടാവണം? ന ഹിംസ്യാത് ഭൂതജാതാനി. ഒരു തരത്തിലുള്ള ഭൂതജീവികളെയും ഒരു ജീവജാലങ്ങളെയും കൊല്ലാൻ വേണ്ടി പാടില്ല. കൊല്ലുക എന്ന് പറയുമ്പോൾ എന്താ? ഹിംസ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ദിവസം തന്നെ അവിടെ ഭാഗവതം പറഞ്ഞു, പ്രഥമസ്കന്ധത്തിൽ തന്നെ അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ കലിയിരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുമ്പോഴവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കൊല്ലലാണോ അല്ല ഹിംസ എന്നുള്ള ഭാവം വരലാന്നോന്നാ. മറ്റൊന്നിനെ ദ്രോഹിക്കുക എന്നുള്ള വിചാരം എവിടെ ഉണ്ടായിട്ടുണ്ടോ, വികാരം എവിടെ ഉണ്ടായിട്ടുണ്ടോ, അതൊക്കെ ഈ ഹിംസയിൽ പെടും. അങ്ങനെയെങ്കിൽ ന ഹിംസ്യാത് ഭൂതജാതാനി ന ശപേത്. ഒരാളെയും ശപിക്കാൻ പാടില്ല. ന അനൃതം വജയേ. കളവ് പറയാൻ പാടില്ല. ഇപ്പോൾ വ്രതം എടുക്കാണ്ടിരിക്കല ഭേദം ഇല്ലേ? കളവ് പറയാണ്ടിരിക്കാൻ ഇപ്പോൾ ആർക്കും പറ്റുമോ? അതൊക്കെ ഇന്നത്തെ കാലത്ത് തന്നെ ആലോചിക്കുമ്പോഴേ. കളവ് പറയാൻ പാടില്ല, ശപിക്കാൻ വേണ്ടി പാടില്ല. ന ചിന്ത്യാത് നഖരോമാണി. നഖങ്ങളൊന്നും മുറിക്കാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല. പിന്നെ എന്തുണ്ടാവാൻ പാടില്ല? യസ്പൃശേൽ യദമംഗലഃ. അമംഗളസ്ഥാനങ്ങളിൽ തൊടാൻ പാടില്ല. ന അപ്സുസ്നായാത്. വെള്ളം കൊണ്ട് കുളിക്കാൻ പാടില്ല അത്രേ. പിന്നെ എന്നെ കൊണ്ടുപോയി കുളിക്കണ്ടേ? വെള്ളം കൊണ്ട് കുളിക്കാൻ പാടില്ല. ഒരു ദുർജനങ്ങളുമായി സംഭാഷണത്തിൽ ഏർപ്പെടരുത് എന്നാണ്. അപ്പം അതാരായി ദുർജനങ്ങൾ? ഭഗവത് വിചാരം ചെയ്യാത്ത എല്ലാവരും ദുർജനങ്ങൾ. അതാണ് അതിൻ്റെ കണക്ക്. ഭഗവത് വിചാരം ചെയ്യുന്നവരോട് മാത്രമായി സംഭാഷിക്കുക, മറ്റുള്ളവരോട് സംഭാഷണം ചെയ്യാൻ വേണ്ടി പാടില്ല. മോശമായ വസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. ഉച്ചയ്ക്ക് ഉറങ്ങാനും പാടില്ല. സപ്താഹത്തിനും സത്രത്തിനും എന്നാലതും പോകാൻ പറ്റില്ല അല്ലേ? അല്ലെങ്കിൽ ആകെ ഒരു ഉറങ്ങാൻ ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കം കിട്ടുകയാണ്. വീട്ടിലുറങ്ങിയ ഈ സുഖമില്ല, സത്യമാണ്. അനവധി അമ്മമാർ പറഞ്ഞത് വീട്ടിലാകുമ്പോഴേ ഒരു സുഖം കിട്ടില്ല. വീട്ടിലിപ്പോൾ എ സി ഒക്കെ ഇല്ലാഞ്ഞിട്ടൊന്നല്ല, സപ്താഹത്തിന് വന്നിട്ട് ഉറങ്ങുന്നൊരു സുഖം എന്നാ. അതെന്താ അങ്ങനെ? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഉറങ്ങാനും പാടില്ല, ഒന്നും പാടില്ല. പിന്നെന്താ വേണ്ടിയിട്ടുള്ളത്? ഉച്ഛിഷ്ടം കഴിക്കാൻ വേണ്ടി പാടില്ല, പകലുറങ്ങാൻ പാടില്ല. ഇങ്ങനെ പലതരത്തിലുള്ള ഒരു കർശനമായ ഒരു വ്രതം അവർക്ക് പറഞ്ഞു കൊടുത്തു അത്രേ. ആ വ്രതത്തെ വേണ്ടതുപോലെ അനവധി പറയും. നാദൗദപാദാപ്രേത നാദ്രപാനോ ഉദക്ഷിരാഹ. പലതും പറഞ്ഞു. മനസ്സിനെ ഏകാഗ്രമാക്കി നടക്കാതെ കണ്ട് പലതും ഒരിക്കൽ ഒരു സമയത്ത് ആലോചിക്കാൻ വേണ്ടി പാടില്ല പറഞ്ഞു. പിന്നീട് പറയണു, പുറത്തെവിടെയെങ്കിലും ഒന്ന് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൈ അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കാൻ പാടില്ല പറഞ്ഞു. പിന്നീട് പറഞ്ഞു, പലതരത്തിലുള്ള ആഭരണാദികൾ ധരിക്കാതെ പുറത്തു പോകാൻ പാടില്ല. ഇങ്ങനെ പലതരത്തിലുള്ള ഒരു വിശേഷമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ശരിക്കും അവരുടെ ഉള്ളിൽ എല്ലാ ഭൗതിക ജീവിതത്തിൽ നിന്നും വൈരാഗ്യം വരേണ്ട ഒരു വ്രതവും തന്നെയായിരുന്നു അത് ഇത്രേ. ഒന്നിനെയും ഭൗതിക ഇന്ദ്രിയങ്ങളുടെ അനുഭവങ്ങളെല്ലാത്തിനെയും അദ്ദേഹം കൃത്യമായി മുടക്കിയിട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അഥവാ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ആ മനസ്സിലേക്ക് ഇന്ദ്രിയ അനുഭവങ്ങളെയോ മറ്റോ ചിന്തിക്കാൻ വേണ്ടി തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്? മനസ്സിന് ഏകാഗ്രത പോയാൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഏകാഗ്രമായ മനസ്സോടുകൂടി ഹരിയെ നല്ലതുപോലെ ആരാധന ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ളൊരു വ്രതത്തെ ഒരു വർഷത്തോളം പറഞ്ഞു കൊടുത്തു എന്നാണ്. ഈ ഒരു വർഷം നടത്താൻ വേണ്ടി ആരംഭിക്കുമ്പോൾ തന്നെ ഈ ദേവേന്ദ്രൻ ഈ ഒരു വിഷയം അറിഞ്ഞിട്ടുണ്ട്. ദേവേന്ദ്രൻ വന്നു.
ദേവേന്ദ്രൻ വന്ന് ആ ഇളയമ്മയെ ഒന്ന് സഹായിക്കുന്നത് പോലെ, ആ ഒരു പിണക്കം മാറ്റാൻ എന്ന പോലെ ഒരു ചെറിയൊരു ഉണ്ണിയെ പോലെയായിട്ട് പെരുമാറി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. വ്രതത്തിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളെയും ഒരുക്കി കൊടുക്കാൻ ഈ ഇന്ദ്രൻ മറന്നില്ല. എല്ലാ സമയത്തും ഈ ഇളയമ്മയെ നല്ലതുപോലെ, ദിതീദേവിയെ നല്ലതുപോലെ പരിചരിച്ചു അദ്ദേഹം. അങ്ങനെ ഇന്ദ്രൻ അവിടെ എല്ലാ സമയത്തും നിത്യം വനാസുമനസ ഫലമൂലസമിത്കുശാൻ പത്രാങ്കുരമൃതോപ്യശ്ച കാലേ കാലേ ഉപാഹരൽ ഏവം തസ്യാ വ്രതസ്ഥായ വ്രതഛിദ്രം ഹരിർനൃപ പ്രേപ്സുപര്യജഹരൻ ചരൻ ജിഹ്മോ മൃഗഹേവ മൃഗാകൃതി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഇന്ദ്രൻ ആ ഗർഭം പുരോഗമിക്കാൻ തുടങ്ങി. ഗർഭിണിയായ ദിതീദേവിയുടെ ഗർഭം പുരോഗമിക്കുമ്പോഴാണ് ഇന്ദ്രനെ ആകെ കൂടി വെപ്രാളാവാൻ തുടങ്ങി. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്? ഇതിലുണ്ടാവുന്ന കുട്ടി ആരെന്നെ കൊല്ലും? എന്നെ കൊല്ലാനല്ലേ. അപ്പോൾ പിന്നെ ഇനി ആ എപ്പോഴാണ് പ്രസവം തന്നെയല്ലേ നോക്കണ്ടു. അതിനെന്തെങ്കിലും ഒരു ഉപായം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഇന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകദാ സതു സന്ധ്യായാം ഉച്ഛിഷ്ടാവ്രതകർഷിത അസ്പൃഷ്ടവാര്യദൗദംഗ്രി സുഷ്വാപ വിധിമോഹിത. അങ്ങനെയാണ് ഒരു ദിവസം ഈ ദിതീദേവി എന്തു ചെയ്തു? അറിയാതെ കൈകൊണ്ട് വെള്ളം തൊട്ടു. ആ വെള്ളം കൊണ്ട് കൈകളൊക്കെ ഒന്ന് ശുദ്ധാക്കി. എന്നിട്ട് ഉച്ചമയങ്ങി സന്ധ്യയോടുകൂടി എത്തുമ്പോൾ എന്ത് ചെയ്യുണ്ടായി? ആ വ്രതത്തിൻ്റെ ഒരു അമിതമായ ക്ഷീണം, ഏറെക്കുറെ ഒരു 9 മാസത്തോളമായി ഈ വ്രതം പൂർത്തിയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും നാളത്തെ ഒരു ക്ഷീണം കൊണ്ടോ അറിയില്ല, ഒന്ന് അറിയാതെ കണ്ട് സുഷ്വാപ ഒന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയോന്ന് വെച്ചാൽ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, ഒരു സ്നേപ്പ്, ചെറിയ ഒരു സെക്കൻഡ് ഒന്ന് ഞെട്ടിയതേ ഉള്ളൂ. അത് മതി ഇന്ദ്രനെ സംബന്ധിച്ചിട്ടെന്നാണ്. അതോട് കൂടിയിട്ട് ദിതേ പ്രവിഷ്ട ഉദരം യോഗേശോ യോഗമായയാ. ആ യോഗമായയുടെ അത്ഭുതം എന്നല്ലാതെ പറയാൻ സാധിക്കുമെന്നാണ്. ആ ഒരു സാമർഥ്യം വേണ്ടതുപോലെ ഇന്ദ്രനുണ്ട് എന്നാണ്. ആ ദിതീദേവിയുടെ ഉദര അന്തർഭാഗത്തേക്കായിക്കൊണ്ട് ആ ഇന്ദ്രൻ അതീവ സമർത്ഥനായിക്കൊണ്ട് ശരീരത്തെ ചുരുക്കി അതിനുള്ളിലേക്കൊന്ന് പ്രവേശിച്ചു എന്നാണ്. ചകർത്ത സപ്തദാ ഗർഭം വജ്രേണ കനകപ്രഭം രുദന്തം സപ്തധൈകൈകം മാ രോദീ ഇതിദാൻ പുനാ. ആ ഇന്ദ്രൻ എന്ത് ചെയ്തു? തൻ്റെ ആ വജ്രായുധത്തെ എടുത്ത് ആ ഗർഭത്തെ ഒന്ന് നോക്കി. ആ സ്വർണ്ണ നിറത്തിലിങ്ങനെ തങ്കക്കട്ടി പോലെ ആ വ്രതത്തിൻ്റെ പൂർണ്ണഫലാണ് ആ ഗർഭത്തിന് എന്നാണ്. ശരിക്കും ഗുരുവായൂരപ്പനെ പോലെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ണിയാണ് കണ്ടത്. സാമാന്യത്തിൽ ഗർഭം എന്ന് പറഞ്ഞാൽ വളരെ അപകടമാണ്. അത് ഭാഗവതം തന്നെ പറഞ്ഞു. ഗർഭം എന്ന് പറഞ്ഞാൽ അന്ധകൂപ ഗർഭാന്ന നിർജഗമിഷേ കൃമിരന്ധകൂപ ഭോഗ. ഈ കൃമികളും മറ്റ് പലതരത്തിലുള്ള കീടങ്ങളും മലിനമായിട്ടുള്ള ആ ഗർഭമാണെങ്കിൽ അതൊക്കെ മാറിയിട്ടുണ്ടാവണ്ടേ. ഇവിടെ ഇത് പറയുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുള്ളത്? അവിടെ കനകപ്രഭം, അവിടെ ഒരു അത്ഭുതമായിട്ടുള്ളൊരു ഗർഭത്തെ കണ്ടു. ആ വ്രതത്തിൻ്റെ അത്ഭുതത്തെ ഒന്ന് നോക്കിക്കൊള്ളൂ എന്നാണ്. ആ വ്രതത്തിൻ്റെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ. അങ്ങനെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രൻ പിന്നീട് ആലോചിച്ചില്ല. അദ്ദേഹം ആ വജ്രായുധം കൊണ്ട് അതിനെ 7 പ്രാവശ്യം അങ്ങ് വെട്ടിയെന്നാണ്. ഒന്ന് വെട്ടുമ്പോഴത് കരയാൻ വേണ്ടി തുടങ്ങി, വീണ്ടും വെട്ടി, വീണ്ടും വെട്ടുമ്പോഴേക്ക് വീണ്ടും സപ്തധൈകൈകം എന്നാണ്. ഒന്ന് വെട്ടിയപ്പോൾ കരഞ്ഞപ്പോൾ വീണ്ടും വെട്ടി, അവിടെ ഇരിക്കട്ടെ. അങ്ങനെ 7 വെട്ടുകൾ 49 കുട്ടികളായിട്ട് 49 കഷ്ണങ്ങളാണ്. ഇനി 7 വെട്ട് ഇങ്ങനെ മുറിക്കുന്നത് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ 49 ഒന്നായിരിക്കില്ല കിട്ടൽ, അത് ആലോചിക്കൊണ്ടിരാം. അപ്പോൾ ചിലപ്പോൾ അധികം ഉണ്ടാവും. ഇവിടെ കണക്കിങ്ങനെയാണ്. ആ 7 മുറിയിൽ അത് 49 കൃത്യമായിട്ടുണ്ട്. എങ്ങനെ വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. എന്തായാലും ഈ 49 കുട്ടികളോട് കൂടിയിട്ട് എന്തുണ്ടായി? കുമാരാൻ അനലപ്രഭാൻ. എന്തൊരു തേജസ്സാണ് അവർക്ക്. അതൊന്നും മരിച്ചിട്ടില്ല. ആ 49 മാംസകഷ്ണങ്ങളോട് കൂടിയിട്ട് അതിൽ നിന്നെന്തുണ്ടായി? നമമാരതിദേ ഗർഭം. അവിടുന്നാണ് ഈ കഥയുടെ ഒരു ട്വിസ്റ്റ് എന്നാണ്. ഇത് മുറിച്ചത് എവിടെ പോയി എന്നാണെങ്കിൽ ശ്രീനിവാസം അനുകമ്പയ. പൊന്നുഗുരുവായൂരപ്പൻ്റെ കാരുണ്യല്ലേ ഇവിടെ.
ഇതാരുടെ നിശ്ചയമാണ് ഇത് നടക്കണം എന്നുള്ളത്? ഗുരുവായൂരപ്പൻ്റെ മാത്രം നിശ്ചയം. അതുകൊണ്ട് എന്തുണ്ടായി? ആ കുട്ടികൾ മരിച്ചില്ല എന്ന് ഭാഗവതം ഒരു മടിയില്ലാതെ പറയണു. ബഹുതാ കുലുശക്ഷുണ്ണോ ദ്രൗണ്യസ്ത്രേണ യഥാ ഭവാൻ. എങ്ങനെയുണ്ടായിട്ടുള്ളതാ അത്രേ? പണ്ട് ഇങ്ങനെ ഒരു കാരുണ്യത്തിൻ്റെ കഥ കേട്ടിട്ടില്ലേ? ദ്രൗണ്യസ്ത്രേണ യഥാ ഭവാൻ. ഏതൊരു പരീക്ഷത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഞെട്ടലുണ്ടായി പെട്ടെന്ന് എന്നാണ്. ഈ ഒരു വാക്ക് പറഞ്ഞപ്പോൾ പരീക്ഷത്തെ ആ കുട്ടികൾ മരിച്ചില്ല കേട്ടുള്ളൂ എന്ന് പറഞ്ഞു അത്രേ. എന്താ കരയുന്നത് കേട്ടില്ലേ? ഇപ്പോഴും ഉമ്മാൻ്റെ ഓതി കരയുമ്പോഴല്ലേ ഇവൻ ആഞ്ഞു വെട്ടിയത്, പിന്നെ ചത്തുപോയില്ലേ? ഇല്ല പറഞ്ഞു. അതെന്തായിട്ടുണ്ട്? അത് ജീവിച്ചു ആ ശ്രീനിവാസമനുകമ്പയാ. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഒന്ന് എന്ന് പറയുമ്പോൾ പരീക്ഷത്തിനൊന്ന് തോന്നി. എന്താണ്? ഏതൊരമ്മയുടെ ഗർഭത്തിൽ വെച്ചിട്ടാണോ ഗർഭേ ദൃഷ്ടമനുധ്യായ, ഗർഭത്തിൽ വെച്ചിട്ട് ഏതൊരു ഭഗവാനെയാണോ അനുധ്യായൻ, അതിനെ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടല്ലേ എൻ്റെ ഈ പേര് പോലും പരീക്ഷിത്തായത്. അങ്ങനെയല്ലേ പറഞ്ഞേ? പരീക്ഷത ക ഇത്യസൗ. ഇതാണോ ആ അയാൾ? ഏതൊരാളാണോ, ഏതൊരു ഭഗവാനാണോ ആ ഒരു ചെറിയൊരു വിരലിൻ്റെ മാത്രയിൽ ഭഗവാനാണ്. അവിടെ ഭാഗവതം പറയണു വിലോക്യ വ്യസനം വീക്ഷ്യ. എന്താണ്? ആ ഉത്തരാദേവിയുടെ വിഷമം കണ്ടിട്ട് അത്ര ഗുരുവായൂരപ്പന് പോകാൻ തോന്നിയെന്ന. മറ്റല്ലാതെ ഈ ഒരു കേസ് അറ്റൻഡ് ചെയ്യാൻ മൂപ്പര് ഏറ്റിട്ടൊന്നുമില്ല. മനസ്സിലാക്കുന്നില്ലേ? അത് അവന് അന്ന് പറഞ്ഞ പണിയൊന്നുമില്ല. പക്ഷെ ആ വിഷമം എനിക്ക് പറ്റുന്നില്ല. അനന്യ വിഷയാത്മനാം അനന്യ, ഒന്നിലുമല്ലാത്തതായ ഭഗവാൻ എല്ലാത്തിലും എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കുന്നതായ ഗുരുവായൂരപ്പൻ അനന്യ ദൈവതം. ആരാണ് അനന്യ ദൈവതം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലുമില്ല ഗുരുവായൂരപ്പൻ. നിർഗുണോ ഹജോ വ്യക്തോ ഭഗവാൻ ഹരിരീശ്വര. ആരാണ് ഗുരുവായൂരപ്പൻ? നിർഗുണനാണ്, അജനാണ്, അവ്യക്തനാണ്, ഹരിയാണ്, ഈശ്വരനാണ്. അങ്ങനെയെങ്കിൽ ആ ശ്രീനിവാസൻ്റെ അനുകമ്പ ഒന്നുകൊണ്ട് മാത്രം എന്ന് പറയുമ്പോൾ പറഞ്ഞു, ഏതൊരു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണോ ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടമിതം മതംഗം സന്താനബീജം കുരുവാണ്ഡവാനാം ജുഗോപകുക്ഷിം ഗതാത്തചക്രോ മാതുശ്ചമേയ ശരണം ഗതായ. ഏതൊരു പൊന്നു ഗുരുവായൂരപ്പനാണോ എൻ്റെ അമ്മയുടെ ഉള്ളിൽ വന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടുള്ളത്? മാതുശ്ചമേയ ശരണം ഗതായ. എന്നെ മാത്രമാണോ അനുഗ്രഹിച്ചത്? അല്ല, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മരിച്ചാലും മാമേ ഗർഭം നിബാത്യതാം, എൻ്റെ ഗർഭത്തെ നശിപ്പിക്കല്ലേ ഗുരുവായൂരപ്പ എന്നുള്ള അമ്മയുടെ കരച്ചിലാണ് അന്ന് ഗുരുവായൂരപ്പൻ പോയതെങ്കിൽ ആ ഉണ്ണിക്കിതെന്ന് തോന്നിയിത്രേ. നോക്കൂ, ഗുരുവായൂരപ്പൻ ഇങ്ങനെയാണ്. ഓരോ അനുഭവത്തിൽ നിന്ന് ഓരോ അനുഭവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. ആ പരീക്ഷത്തിന് ഇതിങ്ങനെ തോന്നാൻ വേണ്ടി തോന്നിയിത്രേ. ഇങ്ങനെയല്ലേ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഓരോരുത്തർക്കും കിട്ടണത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇതാ അവിടെ ഇങ്ങനെ ആ ഭഗവാന്റെ അനുഗ്രഹം നോക്കുമ്പോഴേക്ക് ഇത്രയും കുട്ടികൾ ഇതാ ഓരോരുത്തരായി കണ്ടു എന്നാണ്. ആ ഇന്ദ്രൻ ആ അമ്മയെയാണ് നമസ്കരിച്ചത് എന്നാണ്. ആ സജൂരിന്ദ്രേണ പശ്ചാശൽ ദേവാസ്തേ മരുതോ അഭവൻ. അങ്ങനെ മരുത്തുക്കൾ എന്നൊരു പേര് അവർക്ക് കൊടുത്തു. ആ ഭഗവാന്റെ അനുഗ്രഹവും ആ വജ്രായുധത്തിൻ്റെ സ്പർശവും കൊണ്ടാണ് അത്രേ അവർ മരിക്കാതിരുന്നത്. അവർ ദേവന്മാരിൽ തന്നെ പെട്ടത് എന്ന് പറഞ്ഞാൽ ദേവന്മാരല്ല, അസുരന്മാരുമല്ല. ഒരു പ്രത്യേക ഒരു ലോകത്തേക്ക് മരുത്തുക്കളെ അവിടെയാണ് കാണാൻ വേണ്ടി സാധിക്കുക. അങ്ങനെ മരുത്തുക്കളായിട്ട് അവരെ യോജിപ്പിച്ചു. അങ്ങനെ ആ ഒരു ശ്രീഹരിയുടെ അനുഗ്രഹ കഥയാണ് അവിടെ പറയാം. മാതൃദോഷം തേ ഹരിണാ സോമപാകൃതാഹ. അങ്ങനെ അസുര മാതാവിൽ ജനിച്ച കുട്ടികളെ എങ്ങനെ ദേവനാക്കിയെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെയാണ് അവിടെ ഭാഗവതം പറയുന്നു. നോക്കൂ, ഇതിലൊന്നും വലിയൊരു ഒരു അത്ഭുതം ഭഗവാന്റെ കഥയിൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ കാര്യങ്ങളിൽ ഇതൊന്നും അത്ഭുതപ്പെടേണ്ട. അനവധി അത്ഭുതങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തിൽ നമുക്ക് കാണാൻ വേണ്ടി ചിന്തിക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ ആ ഒരു 49 കുട്ടികളെയും അവരെയും കൂട്ടിയിട്ട് ഇന്ദ്രനെ
ഇന്ദ്രനെ അനുഗ്രഹിക്കാനാണ് ആ ദിതീദേവിക്ക് സാധിച്ചത് എന്നാണ്. ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കുട്ടിയെ കാത്തിരിക്കുമ്പോൾ ഇന്ദ്രനോടുകൂടി ചിരിച്ചു നിൽക്കുന്നതാ കണ്ടേന്നാ. അനുഗ്രഹിക്കാതിരിക്കാൻ സാധിച്ചില്ല. ആ നിമിഷം ഭാഗവതം പറയണു, അതോടുകൂടി ആ അമ്മയുടെ ഉള്ളിൽ എന്തുണ്ടായിച്ചു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു മാതൃഭാവം, ഒരു ഈശ്വരീയത്വം അവർക്ക് വന്നിട്ടുണ്ട്. അംബാദേഹം വ്യവസിതം ഉപധാര്യഗതോന്തികം ലബ്ധാന്തരോച്ചിതം ഗർഭം അർത്ഥബുദ്ധിർ നധർമ്മവിൽ. അതിഗംഭീരമായിട്ട് അവിടെ ഇന്ദ്രൻ പറയണു, അമ്മേ, ഞാനൊരു കാര്യം ഞാൻ അമ്മയോട് പറയട്ടെ. ഞാൻ അങ്ങയുടെ ഈ സങ്കല്പം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നെ കൊല്ലും എന്നുള്ളത് അമ്മ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ യോഗശക്തിയിൽ അമ്മയുടെ ഗർഭത്തിൽ അങ്ങനെ ഏറ്റു പറഞ്ഞു എന്നാണ്. ഞാനാണിത് ചെയ്തത് എന്നൊക്കെ ഏറ്റു പറഞ്ഞു ആ ഇന്ദ്രനെ. അതുകൊണ്ട് എന്നെ എന്ത് വേണമെങ്കിലും എന്നുള്ള ഭാവത്തെ ചെയ്യുമ്പോഴേക്കും ആ അമ്മ അദ്ദേഹത്തെ അനുഗ്രഹിക്കാനാണ് സാധിച്ചിട്ടുള്ളതെന്ന്. ആരാധനം ഭഗവത ഈഹമാനാ നിരാശിഷ ഏതു നേച്യന്ത്യവിപരം ത്വേ സ്വാർത്ഥകുശലാ സ്മൃതാ. അവിടെ ഉറപ്പിക്കണോ, ഭഗവാന്റെ ആ ഒരു അത്ഭുതത്തെ ചിന്തിക്കുന്നത് കൊണ്ട് അത്ഭുതത്തെ ചിന്തിച്ചവർക്കതൊരു പരമാനന്ദ കഥയാണ്. ഗുരുവായൂരപ്പനെ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളവർക്ക് ആ പരമാനന്ദത്തെ നമുക്കറിയാം. ഇനി ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നതെങ്കിലും അറിയാതെ നമ്മിലേക്ക് മോക്ഷത്തെ കൊണ്ടുതരും എന്ന് ഭാഗവതോട് ഉറപ്പിക്കാനാണ്. മനസ്സിലായില്ലേ? നമുക്കറിയില്ല ഇവിടെ ജീവിക്കുമ്പോൾ എന്തു വേണ്ടു ഗുരുവായൂരപ്പ, ഈ ആഗ്രഹിക്കുന്നത് നേരെയാണോ അല്ലയോ, ഇതൊന്നും നമുക്കറിയില്ല എന്നാണ്. ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പല ആൾക്കാരോടും ചോദിക്കണം ഏത് കോഴ്സാണ് നല്ലതെന്നാണ്. ആലോചിച്ച് നോക്കുക. പല ആളുടെ മനസ്സിലുള്ള കോഴ്സ് പഠിച്ചിട്ട് നമ്മുടെ കുട്ടി എങ്ങനെയാണ് നേരെയാവുക? അതിന് ഏത് കോഴ്സ് പഠിക്കാനാണ് യോഗം? ഏതാണത് പഠിച്ചാൽ കേമനാവുക? ഇതിനൊക്കെ എത്ര ഉപായങ്ങൾ ഇവിടെ ഇരിക്കണു. അതൊന്നും പോരാതെ നമ്മൾ വീണ്ടും ഉച്ഛ്വാസോ നഹി വിശ്വാസ, ആ കോളേജിൽ വിട്ടാൽ കേമനാവുന്നു, ഇവിടെ പഠിപ്പിച്ചാൽ കേമനാവുന്നു, ഇന്നാളുടെ കൂടെ പോയാൽ ഇതൊന്നുമില്ല എന്നാ. ഇതൊക്കെ ഉറപ്പിക്കാനാണ് ഭാഗവതം ഈ ഒരു കഥ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പല പല ആഗ്രഹങ്ങളും ആരാധനം ഭഗവത ഈഹമാന നിരാശിഷ, പലതും അറിയാതെ തന്നെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ഗുരുവായൂരപ്പനെയാണ് ആഗ്രഹിച്ചതെങ്കിൽ അതിൻ്റെയൊക്കെ ആത്യന്തിക ഫലത്തെ നമുക്ക് കിട്ടാൻ വൈകില്ല എന്ന് ഉറപ്പിക്കുകയാണ്. അതിനെ ആരും കൊണ്ടുപോവില്ല എന്ന് പറയണു. അതുകൊണ്ട് അറിയില്ലെങ്കിലും എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുക, നല്ലതുപോലെ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് കർമ്മങ്ങളെ സംശുദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, സംശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ന് ഉറപ്പിച്ചു. കാര്യം എന്താ, ഇത് ഭഗവാന്റെ മാഹാത്മ്യത്തെ പൂർണ്ണമായി അറിയുന്നവർക്കേ ഈ കഥ വേണ്ട പോലെ മനസ്സിലാവുള്ളൂ എന്നാണ്. മറ്റുള്ളവർക്ക് ഇതെന്ത് തോന്നും, ഇതൊക്കെ മറ്റു പണിയില്ലാണ്, സമയം പോകാൻ നേരം കൂടാൻ പറഞ്ഞു കൂട്ടിയെന്നല്ലാതെ ഇപ്പോൾ ഇങ്ങീൻ്റെ ഒക്കെ ആവശ്യമുണ്ട്, 9 തൊട്ടായിട്ട് പ്രസവിച്ചാൽ പോരെ എന്നാ ചില ആൾക്ക്. 49 എണ്ണം പെറ്റൂടെ, അതും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനൊന്നും ഇവിടെ അടിസ്ഥാനമില്ല. ഇത് ഭഗവാനെ ഗുരുവായൂരപ്പനെ അറിയുന്നവർക്ക്, പരമാനന്ദം അറിഞ്ഞു ജീവിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പം വീണ്ടും ആ ആനന്ദത്തിന് ഒരു കൂട്ടായി. ഇനി ഒന്നും അറിയാതെ ഇത് കേൾക്കുന്നവർക്കാണെങ്കിലോ അവർക്കും ഇതൊരു പരമാനന്ദം കൊടുക്കുന്നതാണ്. ഇതാണ് ഭാഗവത കഥയിലേക്ക് മാത്രമുള്ള ആ ഒരു അത്ഭുതം. അതുകൊണ്ട് അവിടെ പറയണു, ആരാധ്യാത്മപദം ദേവം സ്വാത്മാനം ജഗദീശ്വരം. ഏതൊരു ഗുരുവായൂരപ്പനാണോ സ്വന്തം ഭക്തന്മാർക്ക് ആ പരമാർത്ഥ സ്വരൂപത്തെ, തൻ്റെ പരമാർത്ഥ സ്വരൂപത്തെ തൻ്റെ ഭക്തന്മാർക്ക് പ്രകാശിപ്പിക്കുന്നതായ ഏതൊരു ഭഗവാനാണോ എങ്കിൽ ആ ഭക്തന്മാർക്ക് ഒരിക്കലും തൻ്റെ ആ ഒരു പരമാർത്ഥ സ്വരൂപത്തെ തൻ്റെ മായ കൊണ്ട് കാണിക്കാനേ കൂട്ടാക്കാത്ത ഏതൊരു ഭഗവാനാണോ, അങ്ങനെ കാണിക്കാതെ പിറകുന്നിങ്ങനെ ലീല ചെയ്യുക, ഇതാണ് ഗുരുവായൂരപ്പന് ഇഷ്ടം. ഇനി ആരെങ്കിലും വന്ന് പിടിച്ചാലേ ഉള്ളൂ എന്നാണ്. കുന്തിദേവി അവിടുന്ന് പല പ്രാവശ്യം പെട്ടുപോയിട്ടുണ്ട്. ആ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് പറഞ്ഞു, നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം. എപ്പോഴാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? ആ പരീക്ഷത്തിനെ രക്ഷിച്ചിട്ട് ഇറങ്ങുമ്പോഴവിടെ എല്ലാവരുടെ മുന്നിലും കൂടിയിട്ട് കുന്തിദേവി പറഞ്ഞപ്പോഴും ഭഗവാൻ ഇടകണ്ണിട്ട് നോക്കി മെയിൻ ചെയ്തില്ല എന്നാ. എന്തിനാ? കുട്ടികളി കളിക്കുകയാണ് ഭഗവാൻ. അന്നേരം എന്താ കാലിന് വീഴുമ്പോഴേ എന്താ ഇളയമേ എന്ന് ചോദിച്ചിട്ട് പിടിക്കാൻ പോവുക, അച്ഛൻ പെങ്ങളല്ലേ. ആ സമയത്ത് പറഞ്ഞു കൃഷ്ണായ വാസുദേവായ. അപ്പോഴും ഇങ്ങനെ നോക്കുകയാണ് അത്രേ. ഗുരുവായൂരപ്പൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല.
അവസാനം കുന്തിദേവി എന്തു പറഞ്ഞപ്പോഴും പിന്നെ ചിരിക്കാൻ വേണ്ടി തുടങ്ങി. ആ മായ കൊണ്ട് ഹേ ഗുരുവായൂരപ്പനെ മായാജവനികാച്ഛന്നം. നീ എന്ത് ചിരിച്ചാലും കള്ള, എനിക്ക് പറയാത്തതിലോ എന്നെ പറ്റിച്ചതിലൊന്നും എനിക്ക് അത്ഭുതമില്ല. നീ യോഗീശ്വരന്മാരെ പോലും നിരന്തരം പറ്റിക്കണില്ലേ? യോഗീശ്വരന്മാർക്ക് പോലും കാണുന്നില്ല അങ്ങയുടെ ആ ഒരു പാദകമലങ്ങളെ, അങ്ങനെ സാധിക്കുന്നില്ല. ആ മായയാൽ അവരും ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ മായയെ തരണം ചെയ്തു. മായയാണ് എനിക്ക് അങ്ങയെ കാണാത്തത് എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടെ പറയണു, അവിടെ കുന്തിദേവിയുടെ മുന്നിൽ ഭഗവാൻ കാട്ടിക്കൊടുത്തു. അത്ര വേഗമൊന്നും ഗുരുവായൂരപ്പൻ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കില്ല. അതാണ് ഇവിടെ ഭാഗവതം പറയണു, ആരാധ്യ ആത്മപ്രദം ദേവം സ്വാത്മാനം ജഗദീശ്വരം ക്രോവൃണീതേ ഗുണസ്പർശം ബുധസ്യാൻ നരകേ നരകേപിയൽ. ഏതൊരു ഭഗവാനാണോ ആ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് മാത്രം നിരന്തരം അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പൊന്നുഗുരുവായൂരപ്പനെ ചിന്തിച്ച് ഓരോ നിമിഷവും ശബ്ദ സ്പർശ രസഗന്ധ ആ ഒരു വിചാരങ്ങളെ, അതിൻ്റെ ഒരു ഭാവങ്ങളെ, ആ ഒരു വിഷയസുഖങ്ങളെ ഏതൊരാൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ടോ അവരെന്തുണ്ടാവും? യാതൊരു സംശയവുമില്ല, അവർ ആ മൃഗങ്ങളായി തീർന്നാൽ പോലും അവർക്ക് എന്തുണ്ടാവും? ഭഗവാൻ അനുഗ്രഹം നൽകുന്നതാണ്. വല്ല സംശയമുണ്ടോ? ഈ ഒരു ഭാവം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയാൽ ആരായാലും മതി, മൃഗങ്ങളായി കോവൃണീത ആർക്കും കിട്ടുന്ന, ആർക്കും അത് കിട്ടാതിരിക്കില്ല എന്നുമായി. എന്തായി? ആർക്കും വേണമെങ്കിൽ കിട്ടും. എങ്ങനെ? ആ ഭഗവാനെ ഏതോ കൊണ്ട് ഈ ഭൗതിക ശരീരസുഖങ്ങൾ സുഖലേശ വിഷയങ്ങളെ അതിനെ തന്നെ ചിന്തിക്കുന്നതിന് പകരം മനസ്സിൽ ആത്മാനം ജഗദീശ്വരം, മനസ്സിൽ ജഗദീശ്വരനെ നിരന്തരം ചിന്തിക്കുന്നവർക്ക് അവിടെ ഭാഗവതം ഉറപ്പിച്ചു. അതുകൊണ്ട് ഹേ അമ്മേ, ഇതൊക്കെ ഭഗവാന്റെ നിശ്ചയമാണ് എന്നാണ് ആരുടെ ഭാവം? ആരാ പറഞ്ഞേ? ഇന്ദ്രനാണ് ഇവിടെ ഈ ദിതിദേവിയോട് പറയുന്നത്. ഇങ്ങനെ ഗുരുവായൂരപ്പൻ ഇങ്ങനെയാണ്, ഭഗവാൻ ഇങ്ങനെയാണ്, അമ്മ ഇതൊന്നും അറിയാതെ ഭജിച്ചു കഴിഞ്ഞാലും അങ്ങയുടെ ഭാവം ഏതിലേക്കെത്തും എന്ന് ആര് പറഞ്ഞു കൊടുത്തു? ഇന്ദ്രനെ കൊണ്ട് അവിടെ ഭാഗവതം ഉറപ്പിച്ചു. അവിടെ പറയണു, അമ്മേ അതുകൊണ്ട് ഞാനിതാ ഇങ്ങനെ ഈ ചെയ്ത അറിവില്ലാത്തതായ തതിമം മമ ദൗർജന്യം ബാലിശസ്യ മഹീയസി, എൻ്റെ ഒരു ബുദ്ധി കുറവ് കൊണ്ട്, പക്വത കൊണ്ട്, അവിപക്വമായ എൻ്റെ ഒരു ബുദ്ധി കൊണ്ട് ഞാൻ ചെയ്തു കൂട്ടിയ ഈ ഒരു തെറ്റിനെ ക്ഷന്തുമർഹസി മാത ത്വം ദിഷ്ട്യാഗർഭോ മൃദോത്ഥിത. ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്മേ ആ കുട്ടികളൊന്നും മരിച്ചിട്ടില്ലല്ലോ എന്ന് ആർക്കാ ഇപ്പോൾ സന്തോഷമില്ലാണ്ട്? എല്ലാവരെയും അനുഗ്രഹിക്കാൻ സാധിച്ചില്ലേ? ആ ദിതിദേവിയുടെ ഉള്ളിൽ തെല്ലുപോലും ഒരു ഭാവമില്ല, തെല്ലുട്ടുപോലും ഒരു ദേഷ്യഭാവമില്ല. ആ ദിതിദേവിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഉണ്ടായി എന്നാണ്. അതോടുകൂടി കപടം കൂടാതെ ആ ഇന്ദ്രൻ്റെ ആ ഒരു പെരുമാറ്റം, മൂപ്പർ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കളവ് പറയാതെ ഒപ്പിച്ച ഒരു കാര്യം. ബാക്കി ഇന്ദ്രൻ്റെ കഥ കേട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു ചെറിയ ഉടായിപ്പ് എന്തെങ്കിലും ഉണ്ടാവും മൂപ്പർക്ക് എന്നാണ്. ഇതിലങ്ങനെയല്ല, ഭാഗവതം തന്നെ അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ്. എന്താ പറഞ്ഞേ? ഇന്ദ്രസ്തയാഭ്യനുജ്ഞാത ശുദ്ധഭാവേന തുഷ്ടയാ. എങ്ങനെയാണ് ഈ കഥയുടെ രസം? നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ച ആളായാലും ചില കാര്യങ്ങളിൽ ചില സമയത്ത് അതിനൊക്കെ ഒരു പൂർണ്ണത കിട്ടണമെങ്കിൽ എന്തുണ്ടാവണം? ഈശ്വര വിചാരം വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹമാണ് ഇതൊക്കെ പറ്റിയത് എന്ന് പറഞ്ഞപ്പോഴും പിന്നെ ഇന്ദ്രൻ എവിടെ കളവ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇന്നും നമ്മുടെ കാര്യങ്ങളാണില്ലേ, എനിക്ക് പറ്റിയില്ല ഞാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് കളവ് പറയേണ്ടതെന്നാ. ഗുരുവായൂരപ്പം നോക്കും എത്തുമ്പോഴെത്തട്ടേന്നാ, അപ്പോൾ പിന്നെ ഒന്നും കളവില്ല. അതത്രേ ആയിട്ട് വരുള്ളൂ. അതുപോലെ ഇന്ദ്രൻ എന്തു ചെയ്തു? ഈ കേസ് ആരുടെ തലയിലിട്ടു? ഗുരുവായൂരപ്പനാക്കി മാറ്റി. ഇത് തന്നെയാണ് നമ്മളോടും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മുജ്ജന്മ കർമ്മവാസനകളായിട്ട് ആഗ്രഹിക്കേണ്ട, അതിവിടെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഇനി അഥവാ ആഗ്രഹങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഗുരുവായൂരപ്പ എനിക്കൊന്നും അറിയില്ലല്ലോ, സാധിക്കും എനിക്കിത് പൂർത്തിയാക്കാൻ, എനിക്കിത് അനർത്ഥമായിട്ട് മാറുമെന്നാണ്. ജ്യോതിഷത്തിലൊരു യോഗം പറയും, സത്കർമ്മം ചെയ്തിടുവിലത് ദുഷ്കർമ്മമായി ഭവിച്ചിടുന്നാണ്. ലഗ്നാധിപനും ബാധകാധിപനും അവൻ തന്നെയെങ്കിൽ എന്നാണ്. എന്താ ഇതിനൊക്കെ കാര്യം? ഇത് തന്നെയാണ് അവിടെ ജ്യോതിഷത്തിൽ നമ്മളോട് പറയാം. ഈ മനസ്സ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്നാണ്. മനസ്സ് തന്നെയാണ് നമ്മുടെ കർമ്മങ്ങളെ സംശുദ്ധമാക്കുന്നതും നമ്മുടെ കർമ്മങ്ങളെ
വികർമ്മങ്ങളാക്കുന്നതും എന്ന് അവിടെ ഭാഗവതം ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. മരുദ്ഭിസ്സഹതാം നത്വാ ജഗാമ ത്രിദിവം പ്രഭു. അദ്ദേഹം ആ മരുത്തുക്കളോട് കൂടിയിട്ട് എന്തുണ്ടായി? സ്വസ്ഥാനമായ സ്വർഗലോകത്തേക്ക് അദ്ദേഹം പോയി എന്നാണ്. അങ്ങനെ സ്വർഗലോകത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്താണ് ഈ മരുത്തുക്കൾ എന്ന് വേണം ഭാഗവതം ഇവിടെ നമുക്ക് വേണ്ടി ഉറപ്പിക്കണം. അതുകൊണ്ട് ഈ ഒരു കഥ എന്തിനു വേണ്ടിയിട്ട് ഭാഗവതം ഇവിടെ ഉറപ്പിച്ചു? ഈ മരുതോൽപ്പത്തി എന്ന് പറഞ്ഞാൽ ഇതിവിടെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാവത്തെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കണം. പല 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 ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഇടയിൽ നമ്മൾ ധർമ്മന്യായ വ്യവസ്ഥകളൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. നമ്മളെല്ലാം ഒരു ഫോർമാലിറ്റീൻ്റെ കോളം തീർക്കാൻ എന്ന ഭാവത്തിലോ ഒക്കെ ഓടിച്ചാടുകയാണ്. ഓരോ നിമിഷത്തിലും നമ്മുടെ സൃഷ്ടികളാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. മനസ്സിലുണ്ടാകുന്ന സൃഷ്ടികളാണ്. ഇവിടെ കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞതെങ്കിലോ നമുക്കും അതിലേക്ക് തന്നെയാണ് എത്തേണ്ടത് എന്നാണ്. നമ്മൾക്കുണ്ടാകുന്ന സൃഷ്ടികൾ വളരെ ശ്രേഷ്ഠമായിരിക്കണം എന്ന ചിന്ത നമുക്ക് ആദ്യം പ്രാരംഭത്തിൽ ഉണ്ടാകുമ്പോൾ വ്രതത്തോടുകൂടി വ്രതകർഷിത, ആ വ്രതത്തിൻ്റെ ഒരു കർശനമായ ഒരു നിയന്ത്രണം ഉണ്ടാവണം. അതിൻ്റെ ഫലമാണ് ആ ഒരു കുട്ടിക്ക് കിട്ടുക എന്ന്. ഗർഭധാനകാലത്ത് ശ്രദ്ധിക്കേണ്ടതും ഗർഭകാലത്ത് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ശ്രദ്ധകളുമാണ് ഈ ഒരു വ്രതത്തിൻ്റെ ലക്ഷണം. മനസ്സിലായില്ലേ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഭാഗവതം പറയുന്നത്? ആസുരീക ഭാവമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും സൃഷ്ടാന്യ വിവിധാന്യജയാസ്വശക്തിയാ. ഗുരുവായൂരപ്പൻ പലതും പലതും സൃഷ്ടിച്ചു നോക്കിയെന്നാണ്. ഇനിയിപ്പോൾ ഏകാദശെത്തുമ്പോൾ പറയൂ ഇവിടെ മൂപ്പരിത് വെറുതെ അങ്ങ് മനുഷ്യനെ പിടിച്ച് അങ്ങ് ഇറക്കി വിട്ടതല്ല എന്നാണ്. 10,000 സൃഷ്ടികൾ ഇങ്ങനെ അടിച്ചു പടച്ചു വിട്ടപ്പോൾ ഒന്നിനും ഒരു ഫീഡ്ബാക്ക് ഇല്ല, ഒരു എന്താ പറയുക, ഒരു റിഫ്ലക്ഷൻ കിട്ടുന്നില്ല. ഒക്കെ ഇങ്ങനെ ഉണ്ടാവണം, ഇങ്ങനെ പോണു. ആ സമയത്താണ് ഭഗവാന് തോന്നിയിട്ടുള്ളത് മനുഷ്യനെ സൃഷ്ടിച്ച അവിടെ കുരങ്ങന്മാരെ സൃഷ്ടിക്കുമ്പോഴേക്ക് കുരങ്ങൻ കുറച്ച് പോയി അവിടെ കുത്തിയിരുന്നു. വലിയ സമാധാനമായി പറഞ്ഞു. ഇതുവരെയുള്ളത് നേരെ നടന്നിട്ടാണ് പോയെ. അടുത്ത ട്രിപ്പിലാ നോക്കുമ്പോൾ ആ കുരങ്ങനിങ്ങനെ സൈഡിലോട്ട് ചെരിയേണ്ട ഒരു ഭാവമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടും ചെരിഞ്ഞു. പക്ഷേ അതിന് പിറകിലോട്ട് നോക്കാനുള്ള ഒരു കപ്പാസിറ്റി വന്നിട്ടില്ല എന്ന് ശരിയാക്കി തരാൻ പറഞ്ഞു. അത് ലേശം ട്യൂൺ ചെയ്തിട്ട് അടുത്തതിനെ സൃഷ്ടിച്ചു. ദാ നമ്മുടെ മുത്തശ്ശന്മാർ റെഡി. കണ്ടിട്ടില്ലേ? നമ്മളങ്ങനെയാണ്. ഇരുന്നിടത്തുനിന്ന് മെല്ലെ എഴുന്നേക്കാൻ നോക്കിയെന്നാണ്. എഴുന്നേറ്റിട്ട് 2 കാലിൽ നടക്കാൻ വേണ്ടി നോക്കി. അപ്പം തന്നെ അത് പിറകിലോട്ട് ഇന്നിങ്ങനെ നോക്കി. ഇത് എവിടുന്നാണ് ഞാൻ ഉണ്ടായത്? എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോയെന്നാ. അപ്പോഴുണ്ടോ ഒരാൾ നിന്ന് ചിരിക്കണു. എന്താ പറഞ്ഞേ? ഭഗവാൻ മുദമാപദേവ. അന്നേ ഗുരുവായൂരപ്പൻ ചിരിച്ചു എന്ന് അധികം എവിടെയും പറയാറില്ല ഭാഗവതത്തിൽ തന്നെയാണ്. ഇത് ഏകാദശത്തിൽ ഉപദേശത്തിന് തൊട്ട് ഗൗരവമായിട്ടുള്ള വിഷയത്തിൽ ഇവിടെ പറയാണ് മുദമാപദേവ. സന്തോഷം വന്നു ഗുരുവായൂരപ്പന്. ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തെ ഓർത്ത് ഗുരുവായൂരപ്പനെ സന്തോഷിക്കാനുള്ള വക നമ്മളാക്കിയിട്ടുണ്ടോ? മക്കൾ വലുതാവുമ്പോൾ അവർക്ക് സന്തോഷിക്കാനുള്ളത് ഇപ്പോഴേ റെഡിയാക്കുന്നുണ്ട്. മക്കൾ വാശിക്ക് പണിയെടുത്തിട്ട് അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കാൻ ഇപ്പോഴേ പണി ആക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കാൻ എന്ത് സാധിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കാനാണ് ഈ വ്രതം, ഈ കഥ. എത്ര കുട്ടികളെ ഗുരുവായൂരപ്പൻ നമുക്ക് അനുഗ്രഹിച്ചു തന്നു. സാധിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഗുരുവായൂരപ്പൻ്റെ നിശ്ചയം ആവട്ടെ. എനിക്ക് എൻ്റെ മനസ്സിലുള്ള സൃഷ്ടികളെ കൊണ്ടൊന്നും നമുക്ക് സാധിക്കില്ല പൂർണ്ണമായിട്ട് ഒരു സജ്ജനത്തെ സൃഷ്ടിക്കാനെങ്കിൽ ആ ദിതീദേവിയിൽ ജനിച്ച കുട്ടിയാണ് ഈ മരുത്തുക്കളെങ്കിൽ ദിതീദേവിയുടെ മക്കളായിട്ട് വന്ന തന്നെയാണ് പ്രഹ്ലാദനെന്നാണ്. ഇങ്ങനെ കൃഷ്ണഗ്രഹഗൃഹീതാത്മാ. എങ്ങനെയാണ് ഈ പരമജ്ഞാനം നമുക്ക് കിട്ടുക? നമുക്കൊരു ഭർത്താവായിട്ട് ഇനി കശ്യപ പ്രജാപതിയെ ചിന്തിക്കേണ്ട. നമുക്കിനി ഭർത്താവ് വേറെ ഒരു വ്രതം പറഞ്ഞു തരുന്ന ഒരു ഭർത്താവിനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. ഇതെന്ത് ചെയ്താൽ മതി? ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്താൽ മതി എന്നാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന വ്രതം. നിരന്തരം എങ്ങനെ വ്രതം നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുക? ചെറിയ കാലത്ത് തന്നെ നമുക്ക് ആരംഭിക്കണം. കൃഷ്ണകഥാ പ്രഗായത അനുഗ്രഹേണ ക്ഷണവം മനോഹര. ഏതൊരു കൃഷ്ണകഥകളെ കേൾക്കാനുള്ള അവസരമാണോ ആ മനോഹരങ്ങളായ കൃഷ്ണകഥകളെ കേട്ടിട്ടാണ് അത്രേ കലിയുഗത്തിൽ നമ്മൾ ഈ ഒരു വ്രതത്തെ സ്വീകരിക്കേണ്ടത്. നമുക്കിന്ന് ഭൗതിക ജീവിതത്തിലൊന്നും ഇത് ശ്രദ്ധിക്കേണ്ട. എന്നാൽ പിന്നെ ഉറങ്ങാണ്ട് നിന്നിട്ട് നോക്കാം. പ്രസവിക്കുക ആവോ? പറ്റില്ല. കളവ് പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഉറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല, വെള്ളം തൊടാണ്ടിരിക്കുക, ഇതൊന്നും പറ്റില്ല. പറ്റാത്ത എന്തിനാ തിരുമേനിപ്പോൾ വന്ന് പറഞ്ഞേന്നാ? ഇത്രയും ദൂരത്തിനേ വന്നിട്ടേ ഇത് പറ്റാത്ത കാര്യം ഇയാൾ ശ്വാസം മുട്ടി പറഞ്ഞിപ്പോൾ ആർക്കും പറ്റില്ലാത്ത.
ഇതെന്തിനു വേണ്ടിയിട്ട് പറഞ്ഞു? ഈ വ്രതം ഇവിടെ എങ്ങനെ കിട്ടും? സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം. ഈ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ അവിടെയൊന്നും കാണാത്ത പല ഗുണവും ഇവിടെയുണ്ട്. എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഈ സത്സംഗത്തിൽ കയറുമ്പോഴാണെന്ന് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴേ മനസ്സിലായി അതിൻ്റെ ഗുണം എന്നാണ്. സത്യം നാസ്തി തപശൗചം ദയാദാനം ന വിദ്യത്തെ. പയ്യന്നൂരിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്ക് ഒരു വഴിയിലും സത്യം കണ്ടിട്ടില്ല എന്നാ. നമുക്കും കളിക്കാൻ പറ്റിയില്ല. ഈ റോട്ടിൽ വരുമ്പോഴേ ഞാൻ മര്യാദക്കാരനായിട്ട് വരുള്ളൂ വെച്ചാൽ നാളെ 10 മണിക്ക് രാവിലെ ഇവിടെ എത്തുള്ളൂ എന്നാ. അപ്പോൾ കുറച്ച് വേഗത്തിൽ വരേണ്ടി വരും. നമുക്ക് നേരെ വരാൻ പറ്റുമോ? പറ്റില്ല. തപസ്സോടുകൂടി വണ്ടി ഓടിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ഓടിച്ചാടിയിട്ടേ പറ്റുള്ളൂ. അപ്പോൾ കലിയുഗത്തിൽ ഇതൊന്നും ആലോചിച്ചതിന് പുറത്തേക്ക് ഇറങ്ങണ്ട. ഇല്ല, ഞാൻ മര്യാദക്കാരനായിട്ട് ഇന്ന് പോവുള്ളൂ. എന്നാൽ പിന്നെ നീ ഇന്ന് പോലില്ല, അങ്ങനെയാ പറയാം. അവിടെ കണ്ണൂർ തന്നെ നിൽക്കും, ഇങ്ങോട്ട് വരലില്ല. മര്യാദക്കാരനായിട്ട് ഹൈവേയിൽ ഓടിക്കാൻ പറ്റും. അപ്പോൾ പുറത്ത് പറ്റില്ല. ഇതിനകത്ത് എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്. ശരിയല്ലേ? ചിന്തിക്കൂ. അപ്പോൾ ഇന്ന് നമുക്കിത് എവിടെ കിട്ടുന്നുണ്ട്? പറയൂ, ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഗുരുവായൂർ അമ്പലത്തിലെ കച്ചവടത്തിൻ്റെ ഇടയിൽ പോയിട്ട് തിരുമേനി പറഞ്ഞു ഗുരുവായൂർ അവിടെ കിട്ടുമോ? അവിടെ സെറ്റുമുണ്ടേ കിട്ടുള്ളൂ. അതെന്നെ ഇരട്ടി വിലയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. അകത്ത് പോയിട്ട് ഗുരുവായൂരപ്പനെ വിചാരിച്ചോളൂ. സത്സംഗത്തിലൂടെ ധാരാളം നമ്മൾ ഭൗതിക വ്യവഹാരിക്കണു. അതുകൊണ്ട് ക്ഷേത്രങ്ങളെക്കാളും നമ്മൾ ഇവിടെ കൂടണം. പറയൂ, സജ്ജനങ്ങളായിട്ട് മാറണം. വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ 2 പേർക്ക് ഇത് സംസാരിക്കാൻ സാധിക്കട്ടെ. നമ്മളെല്ലാം ഇല്ലേ, അറിവ് കൂടുമ്പോൾ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. വലിയ വലിയ ഓഫീസർമാരൊക്കെ സിസ്റ്റാണ് അവരുടെ ജീവിതം. 6 മണി എന്ന് പറഞ്ഞാൽ 6:01 6 മണിക്ക് എല്ലാവരും പല്ലേച്ചിരിക്കുന്നുണ്ടെന്ന്, 7:02 എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ നിന്നൊരു 10 മിനിറ്റ് ഭഗവത് കഥകളെ പറയാൻ മാറ്റിവെച്ചത് കണ്ടിട്ടില്ല. ശരിയോ തെറ്റോ? എന്നാലോചിച്ച് നോക്കൂ. ഇനിയെങ്കിലും നമുക്ക് സാധിക്കണം. നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതത്തിൽ സത്സംഗദ്വാര ലഭിക്കുന്ന ഈ ഒരു ശ്രദ്ധയാണ് ഭാഗവതത്തിലേക്ക് കടക്കാൻ വേണ്ടേ. ഈ കഥകളെല്ലൊന്നും നമുക്ക് പ്രാക്ടീസ് ആക്കലോ, ഈ കഥകളിലുള്ള എല്ലാ അർത്ഥങ്ങളും അങ്ങ് മുഴുപ്പിച്ചേക്കാം, അതൊന്നും പറ്റില്ല. സത്സംഗം ഉണ്ടെങ്കിൽ ഇതെല്ലാത്തിൻ്റെ ഫലായി എന്ന് പറയാനാണ്. ഇതിനു വേണ്ടിയിട്ടാണ് സത്സംഗത്തിൽ നിന്നും ഇതെല്ലാ ഫലം കിട്ടും. കാര്യം എന്താ? ഇതിൽ കിട്ടുന്ന ഗുണങ്ങൾ പുറത്തു പോയാൽ ഇനി എന്തൊക്കെ കിട്ടിയാലും അവിടെ അത് കിട്ടില്ല. ഗുരുവായൂരപ്പനുണ്ടാവും. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകുമ്പോഴെന്നെ ശ്രദ്ധിക്കണം. ചുറ്റുപാടും വേണ്ടേ, എല്ലായിടത്തും പോകുമ്പോഴും ശ്രദ്ധിക്കണം. സത്സംഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, സത്തുക്കൾ തമ്മിലേ മിണ്ടുള്ളൂ. ഗുരുവായൂരപ്പനെ പറയണം എന്നുള്ളവരെ എവിടെ ഉണ്ടാവുള്ളൂ, കേൾക്കണം എന്നുള്ളവരെ എവിടെ ഉണ്ടാവുള്ളൂ. ആരെയും ഭയക്കണ്ട. സത്സംഗദ്വാര നല്ലതുപോലെ എന്തുണ്ടാവണം? ഭഗവാനെ നല്ലതുപോലെ ഭജിച്ച് നല്ലതുപോലെ മനസ്സിലേക്ക് ശ്രീഹരിയുടെ ആ ഒരു വിചാരത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്രതം. നമ്മുടെ ജീവിതത്തിലും നിത്യം അനുനിമിഷം ഈ വ്രതം ഇതിൽ ഗ്രസ്തന്മാരായിരിക്കണം നമ്മൾ. കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാ നവേദ ജഗതീദൃശം കൃഷ്ണാത്പരം കിമവിധത്വമഹം ന ജാനേ. കൃഷ്ണനല്ലാതെ കണ്ട് മറ്റൊന്നുമേ അറിയില്ല. ഇതിപ്പോൾ പല ആൾ പറയുമ്പോഴും ആലോചിക്കും, പിന്നെ എങ്ങനെയാണ് തിരുമേനി ജീവിക്കുക ഇവിടെയെന്ന്. ഇത് മാത്രം ആലോചിച്ചാലും പറ്റൂ. നിങ്ങൾ കൃഷ്ണനെ അറിയാത്തതുകൊണ്ടെന്ന്. ഗുരുവായൂരപ്പനെ അറിഞ്ഞാൽ ഭഗവാൻ ചെയ്യാത്ത ഒരു പരിപാടിയും ഇല്ല, ഭഗവാൻ തീർക്കാത്ത ഒരു പരിപാടിയും ഇല്ല. പക്ഷേ എന്തുണ്ട്? എപ്പോഴും ആനന്ദത്തെ ഗുരുവായൂരപ്പൻ കൈപിടിച്ചിട്ടുണ്ട്. നമുക്കൊരു സൃഷ്ടി വേണമെങ്കിൽ ഒരു ചിന്ത വന്നാൽ തന്നെ വന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ ബാക്കിയുള്ള കഥ പറയാമെന്നാണ്. ആലോചന വന്നു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കണോ, അതിനുശേഷം സങ്കടപ്പെടണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഓരോരുത്തരും. വെറുതെ ഒരു ഫോൺ നോക്കിയാൽ മതി, നമ്മുടെ ഉള്ള സമാധാനം ഇതുവരെ ഉള്ളത് പോയി. ഒരാൾ വിളിച്ചു എന്ന് തോന്നിയാൽ മതി. ഭാഗവതം പറയണു, ഏതോ ഒരു മുകളിൽ കൊണ്ടുപോയിട്ട് ഏത് സംശയം കേട്ടാൽ ഈ താഴോട്ട് തെന്നി വീഴാനുള്ള മനസ്സുമായിട്ടല്ല ഇവിടെ ജീവിക്കേണ്ടത്. എന്നെന്നും നിരന്തരം അണിമാനമഖണ്ഡിതം, നിരന്തരം ഓരോ നിമിഷവും ഇടമുറിയാതെ കണ്ട് അനപായിനിയായിട്ടുള്ള ആ പ്രേമം ഭഗവാനിങ്കിലേക്ക് ഉണ്ടാവണം. എപ്പോഴും ക്വചിത് ഹസതി തച്ചിന്ത ആഹ്ലാദ ഉദ്ഗായതി ക്വചിൽ. നിങ്ങൾ ആഹ്ലാദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പനെ കണ്ടിട്ടുള്ള ആഹ്ലാദമായിരിക്കണം എന്ന് മനസ്സിലാക്കൂ. നിങ്ങളുടെ ഏറ്റവും വലിയ ആഹ്ലാദം ഗുരുവായൂരപ്പനായിരിക്കണം, നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഗുരുവായൂരപ്പനായിരിക്കണം. അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വെറുതെയുള്ള സൃഷ്ടികൾ ഉണ്ടാവില്ല. അവരുടെ മനസ്സിൽ അങ്ങനെ വെറുതെ ഒരു സംഭാഷണം, ഒരു ചിന്ത വരില്ല.
അവരുടെ സൃഷ്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ പുത്ര പൗത്ര പരമ്പരകളും അങ്ങനെ മോശമായി പോവില്ല. എന്താ അങ്ങനെ തന്നെ പറയാൻ കാരണം? അതെങ്ങനെയാണ് പറയാൻ കാരണം? ഭാഗവതം പറയണു, ഇത്രയും ശാസ്ത്രം ഇവിടെ പലതും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ശ്രീമദ് ഭാഗവതം ഈ ഒരു സൃഷ്ടിയെ ഇത്രയധികം നമുക്ക് കാട്ടിത്തന്നുണ്ട്. കലനം തു ഏകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ഭുതം എന്ന് നമ്മൾ തൊട്ട് കേട്ടതേയുള്ളൂ എന്നാണ്. ഒന്നാമത്തെ ദിവസം ആ ഒരു ഗർഭത്തിലേക്ക് പോയ ജീവൻ്റെ അംശത്തെ കാട്ടിത്തന്ന ഭാഗവതല്ലാതെ വേറൊരു ഗ്രന്ഥം ഇന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കുക. അണ്ടം മുതലാണ് നമ്മൾ ശാസ്ത്രത്തിൽ ഈ ബീജത്തെ ഇതിനെ പഠിക്കുന്നത്, ജീവൻ്റെ ഉൽപ്പത്തിയെങ്കിൽ. ഇവിടെ ഭാഗവതം പറയണു ഒന്നാമത്തെ ദിവസം അതിനൊരു പേര് ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന് ഗുരുവായൂരപ്പൻ പറയാം. കാര്യം എന്താ? ഞാൻ കാണാതെ നിങ്ങൾ ഒരു നിമിഷം പോലും ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് മടിയത് പറയാൻ? ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ, ഭാഗവതത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ഇന്നിത് പറയുമ്പോൾ തോന്നാറുണ്ട് നമുക്ക്, പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ നാട്ടിലല്ല പലയിടത്തും ഇപ്പോൾ ഇതിനു വേണ്ടി വിഷമം, ഈ സന്താന ദുഃഖങ്ങൾ പലയിടത്തും, എല്ലാ നാട്ടിലും ഇതിനൊരു ദുഃഖം തന്നെയാണ്. ഇനി 2 പേർക്ക് കുട്ടികളില്ല വെച്ചിട്ട് ഒരാൾക്ക് ദുഃഖം മറ്റേ ആൾക്ക് ഒരുപോലെ, അങ്ങനെയല്ല. കുട്ടികളില്ലാത്ത അമ്മമാരുടെ ദുഃഖം മറ്റൊരു കുട്ടിയില്ലാത്ത അമ്മക്ക് പോലും അറിയില്ല എന്നാണ്. അത്ര ആത്യന്തിക ദുഃഖമാണ് സന്താന ദുഃഖം എന്നാണ്. അത് പറയുമ്പോൾ ഇന്ന് നമുക്ക് കണ്ടാൽ അറിയാം, ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നതും വൃദ്ധസദനങ്ങളും ഡേ കെയർ സെൻ്ററുമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികളെ നോക്കാനും പറ്റുന്നില്ല. ഉണ്ടായ മാത്രം മതിയോ? അത് പോരാ, സാധിക്കുന്നില്ല. കാര്യം എന്തേ? സാധിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടൊരു താതാത്മ്യം വന്നിട്ടില്ല. മനുഷ്യൻ്റെ ജീവിതം ഇന്ന് ഈ പാശ്ചാത്യരെ ചിന്തിച്ച് എല്ലാ ജീവിതത്തിലും ഇതൊക്കെ വന്നു എന്നാണ്. കഷ്ടം തോന്നിപ്പോയി. ഇന്നാൾ 4 മാസം ആവുന്ന ഒന്നിനെ പാല് കൊടുത്തിട്ട് അവിടെ ജോലിക്ക് പോകുമ്പോൾ ബാക്കിയുണ്ട്. 4 മാസമായിട്ട് ഇവൾ 8 ഉരുളിയോ മറ്റേ കമിഴ്ത്തിയെന്ന. കമ്മിറ്റിക്കാർ പറഞ്ഞു, ഇനി നിങ്ങളിങ്ങനെ കമിഴ്ത്തല്ലേ, ഒരു തീരുമാനമാക്കിയിട്ട് കമിഴ്ത്തു എന്നാ. മണ്ണാറശാലയല്ലേ, മനസ്സിലായില്ലേ? 8 ഉരുളി. 1 കമിഴ്ത്തിയാൽ തന്നെ 36 ഡേറ്റ് ഉള്ളൂ. ഇവൾ അമ്മമ്മ മുതൽ കമിഴ്ത്തിയിട്ടുണ്ടാവില്ലേ? അല്ലാതെ ഇങ്ങനെ പറ്റുമോ? എന്നിട്ട് അതിനെ 4 മാസം ആകുമ്പോൾ ഡേ കെയറിൽ കൊണ്ടാക്കുക. പിന്നെ എങ്ങനെ ഈ കുട്ടിയൊക്കെ ഇനി 10 വയസ്സായി കഴിഞ്ഞ് ഇതിനൊക്കെ കേൾക്കുമോ? ഇന്ന് കുട്ടികൾ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. നമ്മൾ പ്രായമായിട്ടുള്ളവർ യജ്ഞങ്ങളിലും സപ്താഹത്തിലൊക്കെ ഭേഷായി പോകണ്ടെന്നാണ് നമ്മൾ പറയാറുണ്ട്. പല സപ്താഹങ്ങളും ഒരു 20 കൊല്ലം കഴിഞ്ഞ് ആരാ ഇത് നടത്തുക? ആരാ നമ്മുടെ കുട്ടികൾ? ഒരു കുട്ടിയെ പോലും നമുക്ക് ഇപ്പോൾ വെക്കേഷനും കൂടിയാണില്ലേ, ഇത്രയും വലിയൊരു സത്രം, എത്രയോ ആചാര്യന്മാർ, എത്രയോ പേര്, അഹോരാത്രം എന്ന് പറഞ്ഞാൽ മതിയോ. ഗുരുവായൂരപ്പൻ്റെ കഥയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അണിയറയിലുള്ളവരൊക്കെ അറിയാം. അവരുടെയൊക്കെ സങ്കടം കാണുമ്പം ഗുരുവായൂരപ്പ എത്ര കഷ്ടപ്പാടാ. എന്നാലല്ലേ രാവിലെ ഗുരുവായൂർ നോക്കുമ്പോൾ ചിരിച്ചിരിക്കുന്നില്ലേ, എത്ര പേര് ഉറങ്ങാണ്ടിരിക്കുന്നുണ്ട് രാവിലത്തേക്ക്. ഗുരുവായൂരപ്പൻ അങ്ങനെയാണ്. അവർക്കത് ബുദ്ധിമുട്ടല്ല. കാരണം എന്തേ? രാവിലെ 2:30 എല്ലാവരും വാകച്ചാർത്ത് തൊഴണ്ടേ. അപ്പോൾ ഇവിടെ വൃത്തിയാക്കാതിരിക്കാൻ പറ്റുമോ ഇവിടെയുള്ളവർക്ക്? അവർക്കതൊരു ജോലിയല്ല. അതുപോലെ ഇത് ഒരിക്കലും ചെയ്യലൊന്നും ജോലിയല്ല. നമ്മളിത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാൻ സാധിക്കണം. നിർബന്ധമായിട്ടും സപ്താഹത്തിനൊന്നും കൊണ്ടുവരില്ല. സപ്താഹത്തിന് കൊണ്ടുവരുമ്പോൾ അമ്മമാർ വരുന്നതും കൂടി നിർത്തുക ഇപ്പം കുട്ടികൾ എന്നാ. അമ്മ പോണ്ട ഇന്ന് എന്നാ. എന്താ കഥ നോക്കൂ. ഇതെങ്ങനെ സാധിക്കണു? കുട്ടികൾ ഉണ്ടാവണം എന്നല്ല ഭാഗവതം പറയണു, അത് പ്രകൃതി നിയമമാണ്. സ്ത്രീയും പുരുഷനും ചേർന്നപ്പോഴും നമ്മൾ കേട്ടു, അതിൽ ആ സ്ത്രീ ശരീരത്തിൽ വന്ന അനുരാഗം നിമിത്തമാണ് സൃഷ്ടി സംഭവിച്ചത്. അതെല്ലാ ജീവജാലങ്ങൾക്കില്ലേ, എല്ലാത്തിലും ഇത് സംഭവിക്കുന്നുണ്ട്. സ്ത്രീയും പുരുഷനും ചേരുമ്പോൾ അവിടെ ഒരു സൃഷ്ടി സംഭവിക്കണു എന്നുള്ളത് ഇവിടെ പ്രകൃതി നിയമമാണ്, മനസ്സിലാക്കൂ. അപ്പോൾ നമുക്ക് കുട്ടികൾ ഉണ്ടായതും ഉണ്ടാവാതിരിക്കുന്നൊന്നും ഇവിടെ നമ്മുടെ പറയൂ, അതുമാത്രം ഉറപ്പിക്കുക. ഇനി ഉണ്ടാക്കണം എന്ന് പറയുമ്പോഴെന്തായി? അതാണ് ഭാഗവതം. അങ്ങനെ വേറൊരു ശാസ്ത്രത്തിൽ പറയില്ല. ജ്യോതിഷത്തിൽ അവിടെ പ്രത്യേകം പറയുന്നു, സന്തതി ഉൽപ്പത്തി പ്രകരണം എന്നാണ്. ഈ 2 ശാസ്ത്രത്തിലേ ഇത് കാണുള്ളൂ എന്നാണ്. മറ്റെല്ലാത്തിലും അതിനെ ആ സൃഷ്ടിയുടെ വഴിയിൽ പറഞ്ഞു പോവുകയുള്ളൂ. ഇവിടെ പറയണു, കൗമാര ആചരേ പ്രാജ്ഞാൻ ധർമാൻ ഭാഗവതാനിഹ. നിങ്ങൾ ഇതുവരെ കേട്ടത് സജ്ജനങ്ങളായിട്ടുള്ളവരുടെ കഥയാണെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിൽ മാത്രം നിങ്ങൾ കേൾക്കും. നമ്മെപ്പോലെ പല കർമ്മങ്ങളിൽ പെട്ട് പല ദുഷ്കർമ്മങ്ങളിലും പെട്ട് പുനരഭിജനനം പുനരഭിമരണം ഇവിടെ ഇരിക്കുമ്പോഴും ഇതുവരെ പോരാത്തതിൻ്റെ അത്രയും ആഗ്രഹങ്ങൾ പിറകിലോട്ട് ഇനിയും നേടാൻ വേണ്ടി നടക്കുന്ന വല്ലാത്ത കഷ്ടതയിലുള്ള മനുഷ്യരാണ് നമ്മൾ എന്നാണ് ഭാഗവതത്തിൻ്റെ അഭിപ്രായം. നമ്മളെ സംബന്ധിച്ച് എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ട്
അതൊക്കിപ്പുറം കിട്ടിയിട്ടുള്ള ഈ ഒരു ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കാരുണ്യം കൊണ്ട് മാത്രം മർത്യജന്മം കിട്ടിയിടുവാൻ എത്ര ഭാഗ്യം വേണം, മർത്യജന്മം കിട്ടിയിടുവിൽ വ്യർത്ഥമാക്കിയിടുല്ലേ. ഈ മനുഷ്യ ജീവിതത്തെ കിട്ടിയിട്ട് ഇത് എത്രയോ 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 പാറ്റയായും പുഴുവായും പട്ടിയായും ഇത് തന്നെയാണ് നമ്മളും സൃഷ്ടിക്കുന്നതെന്ന് ഭാഗവതം പറയണു. ഇങ്ങനെ മൃഗങ്ങൾക്ക് സമമായിട്ടുള്ളതിനെ വളർത്താനല്ല. ബർഹായിതേ നയനെ നരാണാം ലിംഗാനി വിഷ്ണോന നിരീക്ഷിതേനാം ശ്വാവൗ കരൗതൽ. ഭാഗവതം ആദ്യമേ പറഞ്ഞു വെച്ചു, മയിൽപ്പീലിക്ക് കണ്ണുണ്ട്, അതിന് കാഴ്ചയില്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. നമ്മുടെയൊക്കെ കുട്ടികൾക്കും നമ്മുടെയൊക്കെ കൂടിയുള്ളവർക്ക് പല ആൾക്കും ഇന്ന് ആ കാഴ്ച മയിൽപ്പീലി കണ്ണ് പോലെ ആയിരിക്കണു. ഇന്ന് വരെ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഫലം എന്താണ്? ഭാഗവതം ഇതുറപ്പിക്കാനാണ് വീണ്ടും പറയുക. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അവിടെ ഈ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷം ജീവിക്കുമ്പോഴും നമുക്കുണ്ടാവണം. സൃഷ്ടി എന്നുള്ളത് ഇവിടെ സന്താന പ്രകരണം മാത്രമല്ല, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വിചാര വികാര അനുഭവങ്ങളൊക്കെ സൃഷ്ടികളാണ്. അതൊക്കെ നമ്മുടെ കർമ്മവാസനകളാണ്. ഏതോ നിമിഷങ്ങളിൽ നമ്മൾ പകർന്നു പാടിയ ലീലകളാണത്. ഏതേതോ അത്ഭുത ഓർമ്മയിൽ നമ്മൾ ചെയ്തു മറന്നതാണ്. ഇന്നും നമ്മൾ ഓർമ്മകൾ നശിച്ചു എന്ന് നമ്മൾ കവികളൊക്കെ പാടാറുണ്ട്. ഓർമ്മകൾക്കൊരു നാശമൊന്നുമില്ല. അറിഞ്ഞതിനെ മനസ്സൊരിക്കലും നശിക്കില്ല, മറക്കില്ല. നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ച സ്കൂൾ ഇന്നും ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്നാ. വയസ്സ് 80 ആയാലും 100 ആയാലും സ്കൂളിൻ്റെ പേരെന്താണെന്ന് മോളെ വിളിച്ച് ചോദിക്കൊന്നും വേണ്ട, പറയുമ്പോഴേക്കെന്നെ ഓർമ്മ വന്നു. ആ നാരായണി ടീച്ചർ ഉണ്ടല്ലോ. എത്ര വർഷമായി ഇപ്പോൾ? 2 വയസ്സിൽ പഠിച്ചതൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ എത്രയോ വർഷം മനസ്സിതാണ്. ഒരിക്കലും ഉപബോധ അവബോധ മനസ്സിലായിക്കൊണ്ട് ഈ കർമ്മവാസനകളുടെ അലയടികളാണ് നമ്മുടെ ഇവിടെയുള്ള ഓരോ കർമ്മങ്ങളെയും നിശ്ചയിക്കുന്നത്. ഇവിടെ മനുഷ്യനായി ജനിച്ചാലും ദേവനായാലും അസുരനായാലും മൃഗങ്ങളായാലും എന്തിനു വേണ്ടിയിട്ട് പറയണു? ആ ഭഗവാന്റെ അന്തേ നാരായണ സ്മൃതി ജന്മലാഭ പരഃപുംസാം. 10,000 ആളുണ്ടെങ്കിലും ഗുരുവായൂരപ്പൻ എല്ലാവർക്കും ഒന്നും അനുഗ്രഹം കൊടുക്കാറില്ല. കുറച്ച് പേർക്ക് ഏത് കൊടുക്കുള്ളൂ, അവരത് വേണ്ടതുപോലെ സ്വീകരിക്കണം. ആ രസത്തെ നല്ലതുപോലെ ചേർത്ത് വെച്ച് നമ്മുടെ ഉള്ളിൽ നല്ലതുപോലെ ആത്യന്തികമായ ആനന്ദത്തെയാണ് നമ്മൾ അറിയേണ്ടത്. ഇന്ന് സുഖവൻ മന്യതേ ഗൃഹി, സുഖമുണ്ട് എന്നുള്ള ഈ നാട്യം വിട്ടിട്ട് നമുക്ക് ഇപ്പോഴും നമ്മൾ സുഖമൊന്നുമില്ല. നമ്മളെല്ലാം ഫോർമാലിറ്റി ലൈഫിലാണ്. മക്കൾ അച്ഛനോട് മിണ്ടുന്നില്ല, അച്ഛൻ മക്കളോട് മിണ്ടുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോട് മിണ്ടണ്ട. ഭാഗവതം പറയണു, ഒരു ഭാഗത്ത് നമ്മുടെ ജനങ്ങളിങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഗുരുവായൂരപ്പനിവിടെ ചിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കേണ്ട, ഒരിക്കലും വിചാരിക്കേണ്ട. എപ്പോൾ നിങ്ങളൊക്കെ ഗുരുവായൂരപ്പനെ ചിന്തിക്കുന്നുവോ അന്നേ ഗുരുവായൂരപ്പൻ്റെ ഉള്ളിൽ സന്തോഷമുള്ളൂ എന്നാ. നമ്മളിനി എത്ര സമർപ്പിച്ചിട്ടില്ലേ. ഇതൊന്നും ഇവിടെ ഭാഗവതത്തിൻ്റെ മുന്നിൽ നമുക്ക് അങ്ങനെയുള്ള വിഷയമൊന്നും പറയേണ്ട ആവശ്യമില്ല. കാര്യം എന്താ? അത്രയും അനുഭവമാണ് നമുക്ക് ഓരോ നിമിഷവും ഗുരുവായൂരപ്പൻ ഭാഗവത കഥയിലൂടെ തരിക. കാരണം ഇത് ഔഷധമാണ്. കർണരസായനം കഥ. എന്ത് കഥയാണ്? മനോജ്ഞാനി കേൾക്കുമ്പോഴും കരോതി കർണരമ്യാണി മനോജ്ഞാനി ജനപ്രഭോ. എന്ത് കീർത്തന ഇത്? ഇതിങ്ങനെ രമിപ്പിക്കും നമ്മെ അറിയാതെ കണ്ട്. ഭവൗഷധാസ്തോത്ര മനോഭിരാമാത്. രമിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് നമ്മൾക്ക് പ്രകർഷേണ ഉണ്ടാവാൻ സാധിക്കണം. ഭട്ടേരിപ്പാട് പറഞ്ഞതുപോലെ അത് കണ്ട് പകച്ചു നിൽക്കാതെ കണ്ട് നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധം. അതിലേക്കൊന്ന് മുങ്ങാൻ സാധിക്കട്ടെ. എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതല്ല, ഏതൊന്നും ഗുരുവായൂരപ്പൻ എന്ന് ചിന്തിച്ചാലും തെറ്റില്ല എന്നല്ലേ ഭാഗവതം ഉറപ്പിച്ചിട്ടുള്ളത്. നാമാനി അനന്തസ്യ യശോങ്കിതാനിയൽ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. നമുക്കെന്തിനു വേണ്ടിയിട്ടായി തന്നത്? ഈ മരുതോൽപ്പത്തിയും പുംസവന കഥയും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് വ്രതങ്ങൾ എങ്ങനെയാണ് ചേർക്കേണ്ടത്? ഭഗവാനോട് ചേർത്ത് മനസ്സിനെ വെക്കാൻ വേണ്ടി നമുക്ക് സാധിക്കലാണ് ആത്യന്തികമായ വ്രതം. ഒരു ദിവസം നമ്മൾ കാലേ കൂട്ടി എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ കണക്ക് കൂട്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണിയാകുമ്പോൾ തുടങ്ങാൻ
സ്വിച്ചിടാൻ വേണ്ടിയിട്ടുള്ളതല്ല വ്രതം. അനുനിമിഷം ഗുരുവായൂരപ്പൻ്റെ ചിന്തയിൽ നമ്മുടെ മനസ്സിനെ ചേർത്ത് വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് എന്ത് ഹന്ത ഭാഗ്യം ജനാനാം. ഈ ജീവിതത്തിൻ്റെ പരമമായ ഭാഗ്യം അതാണ്. അങ്ങനെ ആ ഒരു വ്രതത്തെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പിന്നീട് പറയണു എങ്ങനെയാണ് ഈ ഒരു വ്രതം സ്വീകരിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷ്ണു പത്നിയായ ഈ ദമ്പതി സമേതനായ മഹാവിഷ്ണുവിനെയും വിഷ്ണു പത്നിയെയും കൂടിയിട്ടാണ്, ലക്ഷ്മിയെ കൂടി ആരാധിക്കേണ്ട ഒരു വ്രതമാണ്. മറ്റു വ്രതങ്ങളിൽ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. വിഷ്ണു പത്നി മഹാമായേ മഹാപുരുഷലക്ഷണേ പ്രിയേധേ പ്രിയേധാമേ മഹാഭാഗേ ലോകമാത നമോസ്തുതേ. ഏതൊരു വിഷ്ണു പത്നിയായിട്ടുള്ള മഹാമായ ആയിട്ടുള്ള അമ്മയാണ്, ആ അമ്മേ നിന്തിരുവടി എനിക്കായിക്കൊണ്ട് വേണ്ടതുപോലെ ഒരു അനുഗ്രഹത്തെ എന്നിലേക്ക് പ്രസാദിക്കണമേ എന്ന് അവിടെ പ്രാർത്ഥിക്കുകയാണ്. എന്ത് പ്രാർത്ഥനയാണ്? എങ്ങനെയുള്ളതാണ് എനിക്ക് വേണ്ടത്? എനിക്ക് മഹാപുരുഷലക്ഷണേ. ആ വ്രതം സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, മഹാപുരുഷൻ്റെ ലക്ഷണങ്ങളോട് കൂടിയ ഒരു ഉണ്ണിയെ പറയൂ, എനിക്ക് തരണം, അതിനാണ് ഈ വ്രതം എന്നിതാ ആദ്യം പറഞ്ഞു. പിന്നീട് അനേനാഹരഹർമന്ത്രേണ വിഷ്ണോരാവാഹനാർഘ്യവാദ്യോഭ്യസ്പർശന സ്നാനവാസ ഉപവീത വിഭൂഷണ ഗന്ധപുഷ്പധൂപദീപോപഹാര ഉപചാരാംശ സമാഹിതമതി ഉപാഹരേത് ഹവിശേഷം ദുജുഹ്യാത് അനലേ ദ്വാദശാഹുതി. അങ്ങനെ ഈ മഹാപുരുഷനായിട്ടുള്ള ഭഗവാനെ, അങ്ങനെയുള്ള മഹാപുരുഷനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന വിഷ്ണുപത്നിയോടുകൂടി പ്രാർത്ഥിച്ച് അതിനുശേഷം പിന്നീട് ഭഗവാനെ പൂജിച്ച് ആവാഹിച്ച് അർഘ്യപാദ്യം ആചമനം ഉപസ്ഥാനം മന്ത്രസ്ഥാനം പുനരാചമനീയം ഉത്തരീയം വസ്ത്രം, ഇങ്ങനെ ഓരോന്നും ഭഗവാന് സമർപ്പിച്ച് ഭക്തിയോടുകൂടി. എങ്ങനെയാണ് വേണ്ടത്? ഭക്തിയോടുകൂടിയിട്ട് വേണം. ധ്രുവകുമാരനെയും അങ്ങനെയാണ് സ്വീകരിച്ചത്, സുധാമാവിനെയും അങ്ങനെയാണ് സ്വീകരിച്ചത്. എല്ലാവരെയും ഭക്തിയോട് കൂടിയിട്ടാണ്. ആ ഭക്തിയോട് കൂടിയിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശ്രിയം വിഷ്ണും ജവരതാവാശിഷാം പ്രഭവാവുഭൗ ഭക്തിയാ സംപൂജയൻ നിത്യം യദീച്ചൽ സർവസമ്പദം. അതിനുശേഷം എന്ത് വേണം? ആ ധൂപദീപങ്ങളൊക്കെ സമർപ്പിച്ച് ആ ഭഗവാനെ പൂജിച്ച് ആ ഭഗവാന്റെ നിവേദ്യം കഴിക്കണം. പിന്നീട് നിവേദിച്ചതിനെ നിവേദ്യം മേദ്യം അങ്ങനെ ആ മിതമിതധ്യാതനം ശശ്വൽ വിവിക്തക്ഷേമസേവനം എന്ന് ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ പൂർണ്ണമായ തൃപ്തി ഭഗവാനെങ്കിൽ വരണമെങ്കിൽ ഭഗവാന് നിവേദിച്ചത് അതുപോലെ അത് ശേഷം നമ്മൾ സ്വീകരിക്കണം എന്നാണ്. നിവേദ്യത്തെ അതുപോലെ സ്വീകരിച്ച് അതിനുശേഷം പിന്നീട് എന്തുണ്ടാവണം? ഭക്തിയോട് കൂടിയിട്ട് ഗുരുവായൂരപ്പനെ ഭക്തിയോടുകൂടി പൂജിക്കണം. വീണ്ടും ആ വാക്ക് പറയണു നോക്കൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ഭക്തി ഉണ്ടാവില്ലേ എന്നാണിപ്പോൾ നമുക്ക് തോന്നുക. ഭക്തി ഉണ്ടായാലും ഉണ്ടാവണമെന്ന വീണ്ടും ഉറപ്പിക്കുകയാണ്. ഭക്തിയോടുകൂടി പരമമായ ഭക്തിയോടുകൂടി നല്ലതുപോലെ പൂജിക്കുക. പ്രണമേ ദണ്ഡവത്. ഒരു വടി ഇങ്ങനെ പിടിച്ചിട്ട് അത് ഇളക്കി കഴിഞ്ഞ് എങ്ങനെയാണോ നിലത്ത് വീഴുക അതുപോലെ വീഴണം. ഭഗവാനിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി സാധിക്കണം. ജപേൻ മന്ത്രം ദശവാരം ജപേൽ മന്ത്രം തഥ സ്തോത്രമുദീരയേത്. ആ മന്ത്രത്തെ, ഏതൊരു മന്ത്രത്തെ? ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാവിഭൂതിപതയേ സ്വാഹേതി. ഈ ഒരു മഹാമന്ത്രത്തെ ഉറക്കെ ജപിക്കണം. വീണ്ടും ആവർത്തിച്ച് ജപിച്ച് ആ പ്രകൃതിയിൽ നിന്നുള്ള ആ മായയിൽ നിന്നും നമുക്ക് മാറ്റാൻ വേണ്ടി ശക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആ നാമമാണ് നമുക്ക് മായയിൽ നിന്നും വേറിട്ട് ആരെ കിട്ടാനുള്ള പ്രാപ്തി? ഭഗവാനെ. അതിന് യുവാന്തു വിശ്വസ്യ വിഭുജഗതഃ കാരണം പരം ഇയം ഹി പ്രകൃതി സൂക്ഷ്മ മായാശക്തിർ ദുരത്യയാ. ഏതൊരു അതിസൂക്ഷ്മമായ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരുപോലെ അന്തര്യാമിയായി അന്തർബഹിരവസ്ഥിതം
അങ്ങനെയുള്ളതായ ഭഗവാനെ നിരന്തരം ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മായയെയും മായ കൊണ്ടാണ് ഇതുവരെ കാണാത്തത് എന്നും നമുക്ക് അവിടുന്ന് മനസ്സിലാവുള്ളൂ എന്നാ. എന്താ ഇത് പറയാൻ കാരണം? ഇത് തന്നെയാണ് വീണ്ടും പറഞ്ഞിട്ടുള്ളത്. പ്രകൃതി മഹദഹങ്കാരമാത്രാശ്ച ഭൂതാനി അഭിഹൃതഭിദശാക്ഷി പൂരുഷഃ പഞ്ചവിംശ. എന്താണിത്? ഈ പ്രകൃതിയിൽ നിന്നും ഈ മനസ്സിനെ ശരീരത്തിൽ നിന്നും മനസ്സിനെ മാറ്റാനുള്ള ഒരു ക്ലാസ് ഒന്ന് നല്ലതുപോലെ പഠിച്ചോളൂ എന്ന്. അതുപോലെ തന്നെ നല്ലതുപോലെ ഇതെപ്പോഴും മനസ്സിൽ വെക്കണം. പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തു പോയാൽ പോരാ. ഏകാദശി എടുത്തു, ഇളനീര് കുടിച്ചു, ജപിച്ചു, കഴിഞ്ഞു, അടച്ചു വെച്ചു, അങ്ങനെ പോരാ. ഇതറിയാതെ പ്രകർഷേണ സംഭവിക്കണം എന്നാണ്. പ്രകർഷേണ ഈ ശരീരബോധം പോകണം എന്ന് ശരിയായിട്ടുള്ള അർത്ഥം. അല്ലാതെ ഓരോ സമയത്ത് ധ്യാനിക്കാനിരിക്കുമ്പോഴേക്കും പ്രകൃതി മഹാകഥം എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. അറിയാതെ അതൊക്കെ നമ്മിൽ നിന്നും വിട്ടുപോകണം. അങ്ങനെ പ്രകൃതിയുമായ ശരീരം എന്ന പ്രകൃതിയുമായ ബന്ധം പോയി ആത്യന്തികമായി ഗുണവ്യക്തിരിയം ദേവി വ്യഞ്ജകോ ഗുണഭുക് ഭവാൻ. ആ സത്വാദി ഗുണങ്ങളുടെ സാമ്യാവസ്ഥ ഭഗവതിയാണ്. സകല സാത്വിക ഗുണങ്ങളുടെയും ഒരു ചേർത്ത് വെക്കുന്ന ആ ഒരു അവസ്ഥയിലുള്ള ആ ഒരു മായയെ, അതിനെ നല്ലതുപോലെ ഭഗവാനെ നല്ലതുപോലെ ചിന്തിക്കുമ്പോൾ ആ മായയിൽ നിന്നും പ്രകാശിപ്പിക്കപ്പെടുന്ന അമിതമായി നമുക്ക് അത്ഭുതങ്ങളായി തോന്നുന്ന പ്രകാശങ്ങളും ഈ സൃഷ്ടിയിലുള്ള പല 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 അനുഭവങ്ങളെയും നമുക്ക് ഏതിലേക്കായി തോന്നും? ഒക്കെ ഭഗവാന്റേതായിട്ട് തോന്നുന്നതാണ്. പ്രകാശം എന്നുള്ളത് ഭഗവാനായി തോന്നും. ഈ കാണുന്ന സകല ഗുണങ്ങളോടുകൂടിയ ഈ സകല പ്രകൃതിയും ആ വിരാട് സ്വരൂപത്തിൻ്റെ അംഗങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. നാമരൂപേ ഭഗവതി പ്രത്യയസ്ത്വമുപാശ്രയാ. ആ നാമത്തെ, ആ ഗുരുവായൂരപ്പൻ്റെ നാമരൂപങ്ങൾ ഭഗവതിയും ഈശ്വരങ്ങളും, അതാണ് നാമരൂപേ ഭഗവതി. ആ വിഷ്ണു പത്നിയെയും വിഷ്ണുവിനെയും നല്ലതുപോലെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇത്യതദാമ ഉത്തമ ശ്ലോകം സന്തും സത്യാ മഹാശിഷ. സത്യ മനസ്സോടു കൂടിയിട്ട്, സജ്ജനങ്ങളായിട്ട്, സാത്വികമായ ഭാവത്തോടുകൂടി നിഷ്കാമമായിട്ട് ഇങ്ങനെ ഈ വിഷ്ണുപത്നിയെയും ഗുരുവായൂരപ്പനെയും ഭജിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വരദം ശ്രീനിവാസം ശ്രീയാസഹ. ഏതൊരു ഭഗവാനാണോ ആ സ്തോത്രങ്ങളെ കൊണ്ട്, ആ ഭക്തിയിൽ കൊണ്ട്, ഭക്തിപ്രഹ്വേണ തദസ്തുവീത സ്തോത്രേണ, ഈ സ്തോത്രങ്ങളുടെയും ആ ഭക്തിയുടെയും അവസാനം അതിൻ്റെ ഒരു ഫലത്തെ ആ പൊന്നു ഗുരുവായൂരപ്പൻ നമുക്ക് അനുഗ്രഹിച്ച് നൽകുന്നതാണ്. അങ്ങനെ ഭക്തിയോടുകൂടി വീണ്ടും വീണ്ടും ആ ഭഗവാനെ പൂജിച്ച് അതിനുശേഷം പിന്നീട് യജ്ഞോച്ഛിഷ്ടമവഗ്രായ, ഏതൊരു ഉള്ളിലുള്ള ആ അന്തര്യാമിയായിട്ടുള്ള ചൈതന്യത്തെ തന്നെയാണോ ഇത്ര നേരവും വിഷ്ണു ഗുരുവായൂരപ്പനായി ആ ഭഗവതിയായി പ്രാർത്ഥിച്ചിട്ടുള്ളത്, ആ ഭഗവതിയെ അവിടെ നിന്നും തൻ്റെ ഉള്ളിലേക്ക് തന്നെ ഉദ്വാസിക്കുക, അകത്തേക്ക് തന്നെ എടുക്കാൻ സാധിക്കുക. അങ്ങനെ ആ ഒരു ഉച്ഛിഷ്ടത്തെ യജ്ഞമാക്കി കണ്ട് ആ ചെയ്ത ആ ഒരു വ്രതം യജ്ഞമാക്കി മാറ്റാം. ഒരു ബൃഹത് യജ്ഞമാണ് ഞാൻ ഇന്ന് ഈ നടത്തിയ വ്രതം എന്ന് നമുക്ക് ഉറപ്പിച്ച് അതിൻ്റെ പൂർണ്ണ ഫലത്തെ പതിംജ പരയാ ഭക്തിയാ മഹാപുരുഷല ചേതസ. അതുമാത്രം പോരാ, ശ്രീഹരിയെ പൂജ ചെയ്താൽ മാത്രം പോരാ. ഇതേ ഒരു ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി സ്വന്തം പതിയെയും ഭർത്താവിനെയും നല്ലതുപോലെ ശുശ്രൂഷിക്കാൻ ഏതൊരാൾക്ക് സാധിക്കുന്നുവോ, ഏതൊരുവൾക്ക് സാധിക്കുന്നുണ്ടോ അവൾക്ക് ഭഗവാൻ അനുഗ്രഹം നൽകും എന്ന് അവിടെ ഭാഗവതം ഉറപ്പിച്ചു പറയണു. അങ്ങനെ വിഷ്ണോവ്രതമിതം, ഈ വ്രതം വിഷ്ണുവിൻ്റെ ഈ ഒരു വ്രതത്തിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ഭാര്യയും ഭർത്താവിനും കൂടി എടുത്തോളൂ എന്നാ. ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് എടുക്കേണ്ട ഒരു വ്രതം ഏത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. ഇപ്പോൾ ബാക്കിയുള്ളതിലൊക്കെ ഭാര്യ എടുത്താൽ മതി, ശിവരാത്രി അവൾ പോയിക്കോളും, ഏകാദശി അവളുടേതാണ്, അങ്ങനെയൊക്കെയുണ്ട്. ഇതങ്ങനെയല്ല, ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഈ രണ്ട് ഈ ദമ്പതി സമേതനായ വിഷ്ണുവിയെയും ഭഗവതിയെയും നമ്മൾ അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം. അതിനെന്ത് വേണം? അതിനൊരു വിഘ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്രതത്തിൻ്റെ ഒരു നിഷ്ഠ. നിങ്ങൾ നോക്കിക്കോളൂ, ഭർത്താവ് എടുക്കുമ്പോൾ ഭാര്യയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ ഭർത്താവ് അത് മെയിൻറ്റെയിൻ ചെയ്യുക. രാവിലത്തെ പൂജ ഭർത്താവ് ചെയ്യുക, ഉച്ചപൂജ ഞാൻ ആയിക്കോട്ടെ സാരില്ല, അത്താഴ പൂജ ഞാൻ, ഇങ്ങനെ മാറി മാറി ചെയ്താലും സാരില്ല.
നിരന്തരം നിങ്ങൾ തന്നെ ഈ ദാമ്പത്യ ജീവിതത്തിൽ ഈ ഒരു പൂജ, ഈ ഒരു യജ്ഞ സംസ്കാരം കൊണ്ടുവരൂ. ഗുരുവായൂരപ്പനെയും ഭഗവതിയെയും നിരന്തരം, അങ്ങനെയല്ലേ പറഞ്ഞേ, നിരന്തരം ചിന്തിച്ചുകൊണ്ട് നിരന്തരം ഈ ഒരു വ്രതത്തെ ഈ നിയമത്തിലൂടി കൂടി പൂജിക്കാൻ വേണ്ടി സാധിക്കണം. തോന്നിയ പോലെ പോരാ. രാവിലെ 10:15, നാളെ ഇല്ല, മറ്റൊന്ന് ഉച്ച കഴിഞ്ഞിട്ട് വന്നിട്ടാവാം, അതില്ല. ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുക. അത് നിയമത്തിന് അടിസ്ഥാനമാണ് വ്രതങ്ങൾ. അത് നിരന്തരമായി ഭഗവത് സ്മരണയോടുകൂടി പൂർത്തിക്കുമ്പോൾ എന്തുണ്ടാവും? ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ 12 മാസവും പൂർണ്ണമായിട്ട് ഈ പൂജിച്ച ശേഷം പൂർണ്ണമായൊരു വർഷം വൃശ്ചിക മാസത്തിലെ അവസാന ദിനമായ കറുത്തവാവിന് പതിവ്രതയായ പത്നി ഉപവാസം തുടങ്ങണമെന്നാണ്. എപ്പോഴാണ്? വൃശ്ചിക നാളിലെ അവസാനത്തെ കറുത്തവാവിനാണ് ഈ വ്രതം ആരംഭിക്കേണ്ടത്. അന്ന് ഭാര്യ തയ്യാറാവണം. എന്തിനു വേണ്ടിയിട്ട്? ഒരു സത്സന്താനത്തെ ജീവിതത്തിൽ വേണമെങ്കിൽ ഗുരുവായൂരപ്പനെയും ഭഗവതിയെയും പ്രാർത്ഥിക്കാൻ അന്ന് ഈ കുടുംബത്തിൽ 2 പേരും സാധിക്കണം. ഒരാൾ പ്രാർത്ഥിച്ചാലൊന്നും പറ്റില്ല, റെസീറ്റ് തിരുമേൻ്റെയിൽ കൊടുത്താലും പറ്റില്ല. അർത്ഥം നമ്മൾ എന്നെ വേണം നിരീക്ഷിച്ചിട്ടുണ്ടോ? മതംഗസംഗസ്യ ഫലം നദൂരെ. വേണം തോന്നിയിട്ടുണ്ടോ? അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഗുരുവായൂരപ്പനെ വേണം തോന്നിയവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര സിമ്പിളാന്ന് നോക്കൂ, ഒരു വാശിയുമില്ല. അപ്പോൾ എന്നിലേക്ക് വേണം, എന്നെ കിട്ടണം എന്നൊരു തോന്നലോടുകൂടി എനിക്കൊരു ഉണ്ണി ഉണ്ടാവുണ്ടെങ്കിൽ അതിതാ ഈ യജ്ഞങ്ങളിൽ പാടുന്ന പൊന്നുഗുരുവായൂരപ്പൻ എന്ന് എല്ലാവരെയും ആലോകര് കീർത്തിക്കുന്ന അതുപോലെ ഒരു മഹാപുരുഷ ലക്ഷണം സാധിക്കുമോ നമുക്ക്? വിഷ്ണുപത്നി മഹാമായേ, സാക്ഷാതാ ഭഗവതിയോട് ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ നമുക്ക് ഈ കഥ കേട്ട് കഴിഞ്ഞാലെങ്കിലും? ഭാഗവതം പറയണു, ഇവിടെ ജീവിക്കുമ്പോൾ ഒരു നിമിഷത്തിലുള്ള നമ്മുടെ കർമ്മങ്ങൾ പോലും നമ്മുടേതായിട്ട് നമ്മൾ കണക്കാക്കേണ്ട. ഒരു നിമിഷം പോലും നമ്മളതിനെ അറിവില്ലായ്മ ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ നിമിഷം തന്നെ നാരായണായേതി. ഗുരുവായൂരപ്പ, ഹേ ഗുരുവായൂരപ്പ, അറിഞ്ഞുകൊണ്ടും അറിയാതെ കണ്ടും ഞാൻ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ എന്നേ പറയുണ്ടു എന്നാണ്. എനിക്കിത് അറിയാമെന്നോ എനിക്കിത് അറിയില്ലാന്നോ നമ്മൾ പറയണ്ട. ഇവിടെ എന്തെങ്കിലും യത്കിഞ്ചിൽ പൗരുഷം പുംസാം മേനെ കൃഷ്ണാനുകമ്പിനാം. ഏതൊരു പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുകമ്പ ഒന്നാണോ? അർജുനന്മാരായിട്ടുള്ള നാം ഓരോരുത്തരും കുരുക്ഷേത്ര യുദ്ധത്തിൽ തളർന്നിരിക്കുന്ന സമയത്തിൽ യഥാമൃതേ കൗരവസൃഞ്ജയാന, ഇങ്ങനെയല്ലേ ഭാഗവതം ആരംഭിച്ചേ? കലികൽമഷ മാലിന്യങ്ങൾ നിറഞ്ഞ ഈ ഒരു യുദ്ധഭൂമി തന്നെയാണ് സജ്ജനങ്ങളെ ഭാഗവതം. ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഗുരുവായൂരപ്പനാകുന്ന രഥം ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്ന ഭാഗവതമെന്ന തീവണ്ടി സംസാര സാഗരതീരത്തോടോടിയിടുമ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ കേറാമീതിൽ തന്നെ വിശ്വജീവികൾക്കും ഒന്നുപോലെ. ഇവിടെ ഭാഷയല്ല ഉദ്ദേശിച്ചത്, ഇവിടെ ജീവജാലങ്ങളുടെ വ്യത്യാസമല്ല ഉദ്ദേശിച്ചത്. സകല സൃഷ്ടികൾക്കും മോക്ഷമാണ് ഭാഗവതം. പരമമായ മോക്ഷധർമ്മമാണ്. നമ്മൾ ഇത്രയും അറിവുള്ള ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ എത്ര പേർക്ക് നമ്മൾക്ക് മോക്ഷം കൊടുക്കാമില്ലേ? എത്ര പേർക്ക് നമുക്ക് കൊടുക്കാം സാധിക്കുമോ? നമുക്ക് എത്രയോ പേർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും, എത്രയോ പേരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഭാഗവത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ കുട്ടികളെ ഇരുത്തി നമുക്ക് കേൾക്കാൻ സാധിക്കണം. ഫ്രഞ്ച് ഭാഷ പഠിക്കാൻ ഇപ്പോൾ വരുന്ന വഴിക്ക് കണ്ടു, ചാവക്കാട് ഇവിടെ കണ്ടു, ഫ്രഞ്ച് ഭാഷ തുടങ്ങിയിട്ടുണ്ട്. വേണച്ചാൽ പോവാട്ടോ, 48 ദിവസമായിട്ടേ ഉള്ളൂ. ഫ്രഞ്ച് ഭാഷ പഠിക്കേണ്ട ആവശ്യമുണ്ട്, പഠിക്കുക, തെറ്റൊന്നുമില്ല. പല ഭാഷകൾ പഠിക്കുന്നുണ്ട്. എവിടെയും കണ്ടിട്ടില്ല ധാർമ്മികമായ ബോധം പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട് വരൂന്ന, എവിടെയും കണ്ടിട്ടില്ല ധാർമ്മികമായ. അപ്പോൾ അറിയപ്പെടും. ഇങ്ങോട്ട് വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. എവിടുന്ന് ചോദിച്ചാൽ അറിയാം, സത്രം നടക്കുന്ന സ്ഥലമല്ലേ. നമ്മൾ തുടങ്ങാനേ പണിയുള്ളൂ എന്നല്ലേ മനസ്സിലാക്കുക. എന്നാലോചിച്ച് നോക്കൂ. ധാർമ്മികമായ ചിന്തകൾ നമ്മുടെ കുട്ടികൾക്ക് വെതറിക്കൊടുക്കുക എന്നുള്ളൊരു കർത്തവ്യം നമ്മുടെ ഉള്ളിലുണ്ട്. അത് വേണ്ടതുപോലെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള വിഷമാണെന്ന്. മറ്റൊന്നുമേ അല്ല, മറ്റൊക്കെ ഗംഭീരമായിട്ടാണ്. നിങ്ങളിത് തിരിച്ചറിയേണ്ടത്. നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് കിട്ടുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. ഭാഗവതന്മാരെത്രയോ ഇതിനെ അനുഭവവേദ്യമാക്കിക്കൊണ്ടിരിക്കുന്നു ഓരോ നിമിഷത്തിലും.
പക്ഷെ നമ്മുടെ വിഷമെന്താണ്? ഭാഗവതം പറയണു, ഇനിയും നമ്മുടെ കുട്ടികളില്ലേ, ഭാവിയിലേക്കാണ് ഈ പ്രഹ്ലാദനാണ് ഇനി വൈകിട്ടത്തെ കഥയിൽ പ്രാധാന്യം എന്ന് നിങ്ങൾക്ക് തോന്നും. അതെന്താ കാരണം? നമ്മുടെ കുട്ടികളാണ് നമ്മുടെ സമ്പത്ത് എന്ന് ഭാഗവതം അവിടെ ഉറപ്പിക്കാനാണ്. നമ്മുടെ തെറ്റുകൾ തിരുത്തി ഇവിടെ നിന്നും നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. അതിന് ഒരേ ഒരു അവസരം നമുക്ക് നല്ല സന്താനങ്ങളെ സൃഷ്ടിക്കുക. സദ്വിചാരം കൊണ്ട് ഈ വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ച് ഇത്തരത്തിലുള്ള വ്രതം പോലെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആചാരമഗ്രത കൃത്വാ വാഗ്യദാസഹബന്ധുഭി ദദ്യാപത്ന്യൈ ചരോശേഷം സുപ്രജാത്വം സുസൗഭഗം. എന്തൊരനുഗ്രഹം ആ വാക്ക് തന്നെ നോക്കിക്കോളൂ. അത് വായിച്ചാൽ തന്നെ വലിയ ശതൗ ജീവ ശരദോ വർദ്ധമാന ശതൗ ഹേമന്താൻ, അത്ര ഒരു സമാധാനമാണ് ആ ഒരു വേർഡ് വായിച്ചാൽ തന്നെ. എന്താ ഇതിനർത്ഥം പറഞ്ഞിട്ടുള്ളത്? ഭാഗവതം പറയണു, ഇങ്ങനെ ഈ സൗഭാഗ്യവതിയായി കഴിഞ്ഞു അങ്ങയുടെ പത്നി എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഗുരുവായൂരപ്പനെ ഭജിക്കാൻ ഒരു നിമിഷം ചിന്തിച്ചാൽ തന്നെ നിങ്ങളിലേക്ക് ഭഗവത് കാരുണ്യം വന്നു, നിങ്ങൾ സൗഭാഗ്യം നിറഞ്ഞവരായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ നിന്നും നിങ്ങൾ ആ പ്രസാദം സ്വീകരിച്ച് ആ സൗഭാഗ്യത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായി? ശ്രിയം പ്രജാം ജീവപതിം യശോ ഗൃഹം. അങ്ങനെ സന്താനങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഈ ഒരു വ്രതത്തിൻ്റെ ഫലങ്ങളാണ്. ഏതച്ചരിത്വാവിധിവൽ വ്രതം വിഭോ അഭീപ്സിതാർത്ഥം ലഭതേ പുമാനിഹ. ആർക്കെങ്കിലും കേട്ട എല്ലാവർക്കും എന്നല്ല, 10,000 ആൾ കേട്ടാൽ 100 ആൾക്ക് ഇത് തോന്നിയെങ്കിൽ ചെയ്താലോ എന്നാ. അതിൽ ഒരാൾക്ക് തോന്നുകയാണ് എന്നാൽ പിന്നെ ഇത് നോക്കിയേക്കാന്ന്. അങ്ങനെ സാധിച്ചാൽ തന്നെ ഭാഗവതം പറയണു എത്രയോ കേമായി. കാര്യന്തേ സ്ത്രീത്വേദാസ്തായ ലഭേദ സൗഭഗം. ഇതിൽ ഈ വ്രതം പുരുഷനാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു വ്രതമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ വ്രതം പുരുഷനാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഭർത്താവിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു അഭീപ്സിതാർത്ഥം യഥാ വാഞ്ചതി തത്ഫലം എന്ന് പറയും. ഏതാണോ ആഗ്രഹം അത് തന്നെ കിട്ടും എന്നല്ലേ അർത്ഥം. സുരതരൂ പോലെ അഭീഷ്ടമേകിടും ചരണപങ്കജം പണിയുവോർക്കെല്ലാം സുരതരൂ പോലെ അഭീഷ്ടമേകിടും ചരാചരങ്ങളെ ഭരിച്ചുമെപ്പോഴും ഗുരുവായൂരേഴും ഭഗവാനേ കൃഷ്ണ. ഏതൊരു ഗുരുവായൂരപ്പനാണോ സകല ചരാചരത്തെയും ഭരിച്ചിരിക്കുന്ന എൻ്റെ ഗുരുവായൂരപ്പൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും എൻ്റെ പതിയായിട്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നാൻ സാധിക്കണം. അങ്ങനെ കണ്ട് ഈ വ്രതത്തെ സ്വീകരിച്ചാൽ പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ സകല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നു. സ്ത്രീകളാണെങ്കിൽ സ്വയം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സൗഭാഗ്യം വരും, ധനം വരും, നല്ല നല്ല ശ്രിയം പ്രജാം ജീവപതിം യശോ ഗൃഹം. സകല സമ്പത്തുണ്ടാവും, യശസ്സുണ്ടാവും, ഐശ്വര്യം വർദ്ധിക്കും, സത്സന്താനങ്ങളുണ്ടാവും. ഗൃഹത്തിൻ്റെ ഐശ്വര്യം ഒരിക്കലും നശിക്കില്ല. ദീർഘസുമംഗലിത്വം ഇങ്ങനെയുള്ള അനവധി ഗുണങ്ങളും കീർത്തികളും ഒക്കെയാണ് അവിടെ ഈ ഒരു വ്രതത്തെ സ്വീകരിച്ചാൽ നമുക്ക് പ്രാപിക്കാൻ വേണ്ടി സാധിക്കുക. അത് കന്യകകളാണ് സ്വീകരിക്കുന്നതെങ്കിലോ ഈ ഒരു തിരുമേനി ഇപ്പോൾ കല്യാണം കഴിഞ്ഞില്ലല്ലോ എന്നാണെങ്കിലോ കന്യാജവിന്ദേത സമഗ്രലക്ഷണം വരം ത്വവീര ഹതകിൽബിഷാഗതി. കന്യകളാണ്, വിവാഹം കഴിയാത്ത കുട്ടികളാണ് ഈ വ്രതം എടുക്കുന്നുണ്ടെങ്കിലോ അവരോട് പറയണു സർവഗുണസമ്പന്നനായ എങ്ങനെയുള്ള ഒരാളെ മഹാപുരുഷ ലക്ഷണ. മഹാപുരുഷൻ്റെ ലക്ഷണം അതാരാണ്? ഗുരുവായൂരപ്പൻ തന്നെ. ഗുരുവായൂരപ്പനെ പോലെ ഒരു ഗുണം മറ്റൊരാൾക്കില്ല. മഹാപുരുഷനായിട്ട് ഗുരുവായൂരപ്പനാണെങ്കിൽ നാരായണ സമോ ഗുണൈ, നാരായണന് സമമായ ഗുണങ്ങളോടുകൂടിയ ഒരു ഉണ്ണി നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് കന്യകകൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കട്ടെ. ഇത് ആര് കേട്ട് കഴിഞ്ഞാലും ഇനി വിധവകളായിപ്പോയി, ഗുരുവായൂരപ്പ എനിക്ക് തന്ന ഭാഗ്യത്തൊക്കെ തിരിച്ചെടുത്തപ്പോഴാണ് ഞാനിത് കേട്ടതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട എന്ന് ഭാഗവതം പറയണു. തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ എത്തും? പൊന്നു ഗുരുവായൂരപ്പൻ്റെ വൈകുണ്ഠലോകത്തിലേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കിനി പതിയില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മോക്ഷമില്ല, അങ്ങനെ പേടിക്കേണ്ടെന്ന. നിങ്ങളുടെ പതി ആരന്നെയാണ്?
ഞാൻ തന്നെയാണ് എന്ന് ഭാഗവതം അവിടെ ഉറപ്പിക്കാനായിരിക്കാം ആ ഗുരുവായൂരപ്പൻ അങ്ങനെ പറഞ്ഞു. പിന്നീട് ഇനി പുത്രമരണത്തിൽ ക്ലേശിക്കുന്ന ആൾക്കാരുണ്ടാവാം. പൂന്താനം തിരുമേനിയെ പോലെയുള്ള ആൾക്കാരില്ലേ, അവരുടെ ഉള്ളിൽ ആരായിട്ട് വരും? ഭാഗവതം പറയണു. അങ്ങനെ കുട്ടികളില്ലാത്ത ഒരു വിഷമം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ജീവിതത്തിൽ ഞാൻ നിങ്ങൾക്കുണ്ടാവും. മൃതപ്രജാ ജീവസുതാ, ദീർഘായുസുള്ളൊരു ഉണ്ണിയായിട്ട് ഞാൻ വരുന്ന ഇതൊരു അനുഗ്രഹമാണ്. ഉണ്ണികൾ വേണോ മറ്റൊന്നു മക്കളായി അല്ലേ? ഏതൊരു ഗുരുവായൂരപ്പൻ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആത്യന്തികമായ ജീവസുത, അങ്ങനെ അല്ലാതെ ആയുസ് കൂടിയ ഒരു കുട്ടിയെ അങ്ങനെയുള്ളവർക്ക് കൊട്ടും. ഇനി ഇങ്ങനെ പലതരത്തിലും അനവധി സുഖങ്ങളുണ്ടെങ്കിലും സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈ ജന്മസിദ്ധങ്ങളായ കുറേ ദോഷങ്ങളുണ്ട് നമുക്ക് എന്നാണ്. അയ്യോ തിരുമേനി, ഞാൻ ഏതായാലും കല്യാണം കഴിക്കാൻ നിരീക്ഷിച്ചിട്ടില്ല ഇല്ലേ? ഇനിയിപ്പോൾ ഇത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിക്കൂടാണ്ടില്ല. ഞാൻ എന്തായാലും ഇപ്പം ഇനി കുട്ടികളൊന്നും വേണ്ട, എനിക്ക് ഇനി അധികം പുണ്യവും വേണ്ട, അങ്ങനെയും തോന്നാം. അങ്ങനെയുണ്ടെങ്കിൽ അവരോട് പറയണു, ഈ വ്രതം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇനി നിങ്ങൾക്ക് ദോഷമില്ല, ഇതുവരെയുള്ള ആഗ്രഹങ്ങളില്ല എന്നല്ല, ഇവിടെ ജനിച്ചത് കൊണ്ടൊരു ദോഷമില്ല എന്നാ. ഋണൈസ്ത്രിഭിരമുക്താനാം അമീമാംസിത കർമ്മണാം. ഇവിടെയുള്ള ഈ കർമ്മവാസനകൾ കൊണ്ട് നമ്മുടെ കടങ്ങളൊന്നും തീരാതല്ലേ നമ്മൾ പോകുന്നത്. 5 തരത്തിലുള്ള കടങ്ങൾ നമുക്കില്ലേ, അതൊക്കെ തീർക്കാൻ ഇനി എവിടെ പോകണം? ദേവഋണം, പിതൃണം, ഭൂതഋണം, ഋഷിഋണം. ഈ ദേവന്മാർക്കും ഋഷികൾക്കും ഇവർക്കൊക്കെ കൊടുക്കാനുള്ളൊരു കടമുണ്ട്. പിന്നെ വേറെന്തൊക്കെ അപകടങ്ങൾ നമുക്കുണ്ട്? ജന്മൈശ്വര്യ ശ്രുതിശ്രീഭി ഏതമാനമതഃ പുമാൻ. ജന്മം കൊണ്ടും ഐശ്വര്യം കൊണ്ടും ഇങ്ങനെ പലതരത്തിലുള്ള സിദ്ധങ്ങളായ മഹാദോഷങ്ങളാണെന്നാണ് ഭാഗവതം പറയാം. ഏതമാനമതഃ പുമാൻ. മിക്കവാറും ഒരുത്തൻ നശിക്കാനുള്ള കാര്യങ്ങളാണ്. വലിയ കേമമായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ചു, വലിയ ധനികൻ്റെ മകനായിട്ട് ജനിച്ചു. ഇതൊക്കെ അപകടമായിട്ടുള്ള ഒരു ഡേഞ്ചർ സിറ്റുവേഷനാണ്. ഇവൻ എങ്ങനെയെങ്കിലും നേരെയാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ സാധ്യതക്ക് വിലങ്ങായിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ. വലിയ പേര് കേട്ട ആളുടെ മകൻ, പേര് കേട്ട ഇങ്ങനെ പല കേമത്വങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടെ നമുക്ക് ദോഷങ്ങളായിട്ടാണ് വരിക. അതൊക്കെ നമ്മൾ അറിയാതെ നമ്മളതായിട്ട് മാറും. അങ്ങനെയാണ് നമ്മളേത് പിടിക്കും, അവസാനം നമ്മളെന്തായിട്ട് മാറും? ഐശ്വര്യമായിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കും, സമ്പത്തായിട്ട് നമ്മൾ പ്രദർശിക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോന്നും വരുമ്പോഴാണ് ഇവിടെ നമ്മൾ നശിച്ചു പോവുക. അത്തരത്തിൽ നാം അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള ദേഹാഭിമാനം കൊണ്ട് കാമലോഭാതിവിർമലൈ എന്ന് പറഞ്ഞ ആ വിഷയങ്ങളൊക്കെ നാം അറിയാതെ നമുക്കൊരു മതോലംഘിത സത്പഥ. ഐശ്വര്യം കൂടുമ്പോൾ നമുക്ക് ഈ സദാചാരങ്ങളൊക്കെ വിട്ടേക്കാന്നുണ്ടാവും. ഇപ്പോൾ പലയിടത്ത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഇതിലൊന്നും കാണില്ല, ചിലയിടത്ത് അങ്ങനെയല്ല. അറിവുള്ളവരത് ചെയ്യും. വലിയ കേമന്മാരാകുമ്പോൾ നമ്മളിപ്പോൾ ഒരു വിളക്ക് കത്തിക്കാനൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പകുതി ആൾക്കാരും അതിൽ ചെരുപ്പൊന്നും ഊരാൻ മടിക്കും. കാര്യം അയാളോട് ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല എന്നാ. പണ്ട് അങ്ങനെയൊന്നല്ല അയാൾ, പണ്ട് അങ്ങനെയൊന്നും കത്തിക്കാനും പറ്റില്ല. അതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? ഒരു കാലം കഴിയുമ്പോൾ എനിക്ക് ഈ സമ്പത്തും ഞാൻ ഈ ആയിട്ടുള്ള അവസ്ഥ അത് മതി എനിക്ക് എന്നാ. അങ്ങനെ ഒരു ദേഹാഭിമാനം നമുക്ക് എല്ലാവർക്കും കൂടുണ്ട്. ആ ദേഹാഭിമാനം ഇതിനേക്കാളൊക്കെ ദുരിതമാണ്. ഇനി കുട്ടികളില്ലാച്ചാലും കുഴപ്പമില്ല, ഇനി കല്യാണം കഴിച്ചില്ലേയും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. ശരീരബോധം വന്ന് നമ്മൾ നടക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവർക്ക് കൂടി അത് ദ്രോഹമായി മാറാൻ തുടങ്ങും. സത്രാജിത്തിൻ്റെ കഥ അതിനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. അങ്ങനെ അവനവനിവിടെ ഭഗവത് അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മവാസനകൾ കൊണ്ട് അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങളെ കൊണ്ട് നേടി കിട്ടിയ കുറേ ഗുണങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അത് നശിക്കാനുള്ള കാരണങ്ങളായിട്ട് മാറും അതിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തുണ്ടാവണം? അങ്ങനെയുള്ളവർ വ്രതം സ്വീകരിക്കുക. ഇനി ഒന്നിനുമേ വേണ്ടിയല്ലെങ്കിലും വ്രതം സ്വീകരിക്കാതിരിക്കരുത് എന്ന് ഉറപ്പിക്കാനാണ്. വിന്ദേത് വിരൂപാ വിരുജാ വിമുച്യത്തെ. വിരൂപം ഉണ്ടെങ്കിൽ, സൗന്ദര്യമില്ലാത്തവരാണെങ്കിൽ ആ സൗന്ദര്യം വന്നു ചേരും. പിന്നീടോ അസുഖം ഉള്ളവരുടെ അസുഖം മാറുണ്ടെങ്കിൽ അങ്ങനെയുള്ളതായ ഈ ഒരു വ്രതം എന്തിനു വേണ്ടി കേൾക്കണം? ഏതൽപടന്നഭ്യുദയേജ കർമ്മണ്യനന്ദ തൃപ്തി പിതൃദേവതാനാം. ഈ ഒരു വ്രതം നിങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പിതൃക്കൾ പോലും നിങ്ങളെ അനുഗ്രഹിക്കും.
നിങ്ങളുടെ പിതൃക്കൾ നിങ്ങളെ അനുഗ്രഹിക്കും. അനന്തതൃപ്തി പിതൃദേവതാനാം, പിതൃക്കൾക്കും ഗുരുക്കന്മാർക്കും ദേവന്മാർക്കും ഒരാൾക്ക് പോലും പിന്നെ അനുഗ്രഹിക്കാതിരിക്കാൻ തരില്ല. നിങ്ങളുടെ സീട്ട് എല്ലാവരും സൈൻ ചെയ്യുന്നതാണ്. എല്ലാവരും പറയും മോക്ഷം മോക്ഷം, ഗുഡ് ഗുഡ്. അങ്ങനെയുള്ളൊരു യോഗ്യതയാണ് ഈ വ്രതം. അതുകൊണ്ട് പറയണു, ഈ തുഷ്ടാ പ്രയച്ഛന്തി സമസ്ത കാമാൻ. ഈ ഹോമാവസാനത്തിലെങ്കിൽ ഹുതഭുക് ശ്രീഹരീശ, ഇതിൻ്റെ അവസാനത്തിൽ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ അവസാനത്തെ ഈ ഒരു ഹോമത്തിനെ കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്താണ്? അഗ്നിയും ആ ശ്രീയും ഹരിയും ഈ ഭക്തരാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നടപ്പിലാക്കി തരും എന്നാണ് ഭാഗവതം അവിടെ അടിവരയിട്ടുള്ളതെന്നാണ്. ആരൊക്കെ കൂടിയിട്ടുള്ളതാണ്? ഹുതഭുക് ശ്രീഹരീശ്ച, നമ്മുടെ സമസ്ത കാമങ്ങളും നമ്മുടെ സകല ആഗ്രഹങ്ങളും ഇവിടെ ഈ ഹോമത്തിൽ കൂടിയിട്ടുള്ളത് ആ അഗ്നിദേവനും വിഷ്ണു ഭഗവാനും പൊന്നുഗുരുവായൂരപ്പനും വിഷ്ണു പത്നിയുമായ ഭഗവതിയും ഈ മായ മാറിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്ന ഒരു കാര്യമാണ് ഈ വ്രതം. മറ്റൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലൊരു ഫീലേ ഉണ്ടാവുള്ളൂ. ഈ വ്രതം അനുഷ്ഠിച്ചാൽ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഒരു പുഷ്ടി വരുന്നത്. മനോബല ഔജസാംബരം, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെ ഒരു തേജസ്സും ഓജസ്സും ഒക്കെ പ്രകാശിക്കും, വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിർത്തുക. ആ ഒരു കഥ നമ്മുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് വളരെ പുണ്യകരമായ, പുണ്യത നിറയാനോ പുണ്യം നേടാനോ ഒന്നുമല്ല. ഈ പുണ്യമായ കഥയുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞത് അത് കേൾക്കാനല്ല അത്രേ. മറ്റെല്ലാം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പഠനഭ്യുതയ. ഇവിടെ ഇത് കേട്ടിട്ട് നിങ്ങളെ പുണ്യം ചെയ്തിട്ടുണ്ട് ഒരാൾ, മറ്റുള്ള കഥകളെ പോലെ അജാമിളൻ്റെ കഥ പോലെയും അല്ല. ഈ കഥ പറഞ്ഞിട്ടുണ്ട്, ഇത് പഠിക്കണം നിങ്ങൾ, ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കണം. ധാരയിഷ്യ, ഇതാര് ചെയ്യുന്നുവോ അവർക്കുള്ളതാണ് ഈ ഫലത്തെ എന്ന് ഭാഗവതം അവിടെ ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് സപ്തമസ്കന്ധത്തിലേക്ക് പിന്നെ കടക്കുക. ഷഷ്ടസ്കന്ധത്തിൽ 19 അധ്യായങ്ങളിലായിട്ടാണ് ഈ ഒരു വിശേഷ പ്രകരണമാണ് പോഷണം എന്നുള്ളത്. ആ പോഷണത്തിൻ്റെ എന്താണ് പോഷണ ലക്ഷണം നമ്മൾ പറഞ്ഞില്ലേ? സാധാരണ രീതിയിൽ ജീവിക്കാൻ നമുക്കറിയില്ല. നമ്മളിവിടെ ജനിച്ച ഒരു കർമ്മമുണ്ട്, ഒരു ധർമ്മമുണ്ട്, ഒരു കാമുണ്ട്. നമുക്ക് മോക്ഷത്തെക്കുറിച്ച് അറിയില്ല. ഗുരുവായൂരപ്പനെ പഠിച്ചു കഴിഞ്ഞാൽ ഭാഗവതത്തെ എടുത്താൽ നമുക്ക് ധർമ്മമുണ്ട്, കാമുണ്ട്, മോക്ഷമുണ്ട്, 4-നൊരു കൃത്യതയുണ്ട് എന്നാണ്. അതിനു വേണ്ടിയിട്ട് ഈ ഷഷ്ടസ്കന്ധത്തിൽ പറയും, അതിയായ മര്യാദകൾ ലംഘിക്കുന്നു നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും. ഇതൊന്നല്ല സത്യത്തിൽ ചെയ്യേണ്ടത്. എപ്പോഴും ഭഗവാനെ ആരാധിക്കണം. ഇന്നും ഇവിടുന്ന് വൈകുന്നേരം കുറച്ച് നേരം വീട്ടിലെത്തിയാൽ പോയില്ലേ കാര്യങ്ങൾ, അതും പോരാന്നാ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? എപ്പോഴും അതിലംഘ്യത മര്യാദ ഭർത്തൃരക്ഷണ ലക്ഷണം പോഷണം. എത്ര മര്യാദകൾ നമ്മളിവിടെ ജീവിക്കുമ്പം ലംഘിക്കപ്പെട്ടു പോയാലും ഭഗവാനെ കിട്ടണം, ഭഗവാനിലേക്ക് എത്തണം എന്ന സാത്വിക ഗുണം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ചെയ്യുന്ന തെറ്റുകളെ ഓർത്ത് നിങ്ങൾ വിലപിക്കേണ്ട, ഒരു നിമിഷം പോലും പാഴാക്കേണ്ട. ഏത് നിമിഷം വേണമെങ്കിലും ഭഗവാനിലേക്ക് എത്താൻ ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അതിന് ഭക്തിയാണ് ആത്യന്തികമായി വേണ്ടത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ പാദത്തിലേക്കും നിങ്ങളുടെ ഓരോരുത്തരുടെ നല്ലതായ മനസ്സിലേക്കും ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സമർപ്പിക്കട്ടെ. എല്ലാവരുടെ പാദങ്ങളിലും മനസ്സുകൊണ്ട് നമസ്കരിക്കണം. സത്രത്തിലേക്ക് ക്ഷണിച്ച സത്രം ഭാരവാഹികളും നാരായണൻ തുടങ്ങിയതായ എല്ലാവരെയും ഈ ഒരു സമയത്ത് സ്മരിക്കണം. വീണ്ടും നമ്മളെ ഈ ഒരു സത്രത്തിൽ 10ഓളം വർഷമായി നമ്മളെ കൃത്യസമയത്ത് നമ്മളെ ഓർക്കുന്ന അതിനൊരു കാരുണ്യം ഗുരുവായൂരപ്പനും ഭഗവതി അമ്മയുടെയും തേവാരമൂർത്തികളുടെയും നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങളുടെയും അത്ര അനുഗ്രഹമാണ് നമുക്ക് വീണ്ടും സാധിക്കുന്നത് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇതുവരെ